Good morning. Good morning, Miss. Good morning. Good morning, ma'am. എന്താണ്? എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പൊ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചെന്ന് വിചാരിക്കുന്നത്, രാവിലെ ചായ വിചാരിക്കുന്നു കേട്ടോ. എന്താണ് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതൊക്കെ നമ്മൾ വായിച്ചു നോക്കിയിരുന്നോ? എല്ലാരും വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നോ? ആ, ക്ലിയർ ആയില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് ഇന്നലത്തെ ക്ലാസ്സില് നമ്മൾ എന്താ പഠിച്ചത്? ഇതൊക്കെ പഠിച്ചത് നമ്മള് കിഡ്നിയുടെ പ്രധാനപ്പെട്ട ചില ഫങ്ഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? പിന്നെ നമ്മൾ പറഞ്ഞത് ഡയാലിസിസ് പ്രധാനമായിട്ടും 2 തരത്തിലാണുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. അതില് ഒന്നാമത്തെ ഹീമോ ഡയാലിസിസ് ആണ്, രണ്ടാമത്തത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. പെരിറ്റോണിയൽ ഡയാലിസിസ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പൊ നമ്മൾ ഹീമോ ഡയാലിസിസ് എന്താണെന്ന് മനസ്സിലാക്കി അല്ലെ? അതിനകത്ത് ഓക്കെ, ഗുഡ് മോർണിംഗ് കന്യ. അപ്പം ഹീമോഡയാലിസിസ് എന്താണെന്നും പിന്നെ നമ്മൾ പറഞ്ഞത് വാസ്കുലാർ ആക്സസ് സൈറ്റ് എന്താണെന്ന് അല്ലെ? ഹീമോഡയാലിസിസിന്റെ പ്രത്യേകത ഓർമ്മയുണ്ടല്ലോ, ബ്ലഡ് നമ്മൾ വെളിയിലേക്ക് എടുത്തിട്ട് ഒരു ഫിൽറ്ററിലൂടെ, ആ ഫിൽറ്ററിനെ നമ്മൾ എന്താ പറയാ, ഡയലൈസർ എന്നാണ് പറയാ, അഥവാ നമ്മൾ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറയും കേട്ടോ. ആ ഡയലൈസറിലൂടെ കടത്തി വിട്ടിട്ട് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നു. അതിനുശേഷം പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് നമ്മൾ ശരീരത്തിനകത്തേക്ക് തിരിച്ച് കയറ്റി വിടും. ഓക്കെ, ഇതാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് വാസ്കുലാർ ആക്സസ് സൈറ്റ് എന്നാണ് അല്ലെ? എന്തായിരുന്നു ശരിക്കും പറഞ്ഞ വാസ്കുലാർ ആക്സസ് സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ വേ ടു ഗെറ്റ് ദ ഡിസൈഡ് എമൗണ്ട് ഓഫ് ദ ബ്ലഡ് ഫോർ ഹീമോഡയാലിസിസ്. മനസ്സിലായ? ഹീമോഡയാലിസിസിന് വേണ്ടിയിട്ടുള്ള ബ്ലഡ് ലഭിക്കുന്നതിനുള്ളൊരു ആക്സസ് ആണ് വാസ്കുലാർ ആക്സസ് സൈറ്റ്. അത് 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആർട്ടറി ആൻഡ് വെയിൻ എന്ന് പറയുന്നത് എന്താണ്? സർജിക്കൽ കണക്ഷൻ എന്താണ് അത്? ഏത് വാസ്കുലാർ ആക്സസ് സൈറ്റ് ആണ്? AV ഫിസ്റ്റുല. ചോദ്യം കറക്റ്റ് ആണ് കേട്ടോ. എല്ലാവരും വായിച്ചു നോക്കിയില്ലേ? ഒരാൾ മാത്രമാണല്ലോ ആൻസർ ചെയ്യുന്നത്. AV ഫിസ്റ്റുല ആണ് അല്ലെ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ദ കണക്ഷൻ ഓഫ് ആർട്ടറി ആൻഡ് വെയിൻ ബൈ എ ഹോളോ സിന്തറ്റിക് ട്യൂബ്. അതെന്തായിരുന്നു? ഹോളോ സിന്തറ്റിക് ട്യൂബ് ഗ്രാഫ്റ്റ് അല്ലെ? AV ഗ്രാഫ്റ്റ് ആണ്. അപ്പൊ അത് മനസ്സിലാക്കാം കേട്ടോ. AV ഫിസ്റ്റുല എന്ന് പറയുന്നത് ഡയറക്റ്റ് കണക്ഷൻ ആണ് ആർട്ടറി വെയിനും തമ്മിൽ. പക്ഷെ AV ഗ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ്? ഇൻഡയറക്റ്റ് കണക്ഷൻ ആണ് കേട്ടോ. ത്രൂ എ ഹോളോ സിന്തറ്റിക് ട്യൂബ് അഥവാ ഗ്രാഫ്റ്റ് എന്ന് പറയും. അതിലൂടെയാണ് നമ്മൾ അവയെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറയും എന്തായിരുന്നു അത്? കത്തീറ്റർ അല്ലെ? കത്തീറ്റർ ശരിക്കും എന്തായിരുന്നു? ഒരു ടെമ്പററി വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ് അല്ലെ? അത് നമ്മൾ നല്ല പറഞ്ഞിരുന്നു. ഈ 3 കാര്യങ്ങളാണ് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. വായിച്ചു നോക്കണോണ്ടാ, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മറന്നു പോകും, നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട് വരും കേട്ടോ. പിന്നെ പ്രത്യേകം ഓർക്കാം, വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറയുമ്പോൾ അത് പെർമനന്റ് ഉണ്ട്, ടെമ്പററി ഉണ്ട്. പെർമനന്റ് ആയിട്ടുള്ളതാണ് അഥവാ പെർമനന്റ് വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു ലോങ് ടേം ഡയാലിസിസ് ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാലും നമുക്ക് ഏത് പറയാം? AV ഫിസ്റ്റുലയും പറയാം, AV ഗ്രാഫ്റ്റും പറയാം. അതേസമയം ഒരു ടെമ്പററി വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? കത്തീറ്റർ ആണ് അവിടെ പറയുന്നത്. കേട്ടല്ലോ? പക്ഷെ കത്തീറ്റർ എന്താണ്? ലോങ് ടേം യൂസിന് പറ്റില്ല, ഷോർട്ട് ടേം ഡയാലിസിസ് ട്രീറ്റ്മെന്റിന് മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? ശരി, അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. വാസ്കുലർ ആക്സസ് കത്തീറ്റർ ഇങ്ങനെ പറഞ്ഞു. നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് സാധാരണ കത്തീറ്റർ നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക? അതായത് പെട്ടെന്ന് നമുക്ക് രോഗിയുടെ അവസ്ഥ വളരെ മോശമാകുകയും ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഡയാലിസിസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ഫിസ്റ്റുല ചെയ്യാനും ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല അല്ലെ? അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കത്തീറ്റർ ഫിക്സ് ചെയ്തിട്ട് വെയിനിൽ പ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്? ഡയാലിസിസ് ചെയ്യുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ എന്തിനുള്ള പ്രൊസീജിയർ തുടങ്ങണം? ഫിസ്റ്റുലയ്ക്കോ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിനോ ഉള്ള പ്രൊസീജിയർ ആരംഭിച്ചിരിക്കണം. അപ്പൊ തുടർന്നുള്ള സെന്റൻസുകൾ നമുക്ക് വായിക്കാം കേട്ടോ. If kidney disease has progressed rapidly,
A patient may not have time for the placement for an AV fistula or AV graft before beginning the hemodialysis treatments. ഞാനിപ്പോ പറഞ്ഞ കാര്യമാണ് കേട്ടോ. ഇനി അടുത്ത പോയിന്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഹു ഈസ് ദ നെഫ്രോളജിസ്റ്റ്? ആരാണ് നെഫ്രോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരാണ് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? എ ഡോക്ടർ ഹു ഈസ് സ്പെഷ്യലൈസ്ഡ് ഇൻ കിഡ്നി പ്രോബ്ലംസ്, അല്ലെ? അതായത് വൃക്കരോഗങ്ങള് ചികിത്സിക്കുന്ന വിദഗ്ധനാണ് ആരെന്ന് പറയുന്നത്. അത് കിഡ്നി സ്പെഷ്യലിസ്റ്റ് ആണ് നെഫ്രോളജിസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാലോ. ഇനി അടുത്തത് എന്താണ്? ഒരു ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്. ആരാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട് അല്ലെ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ ഫ്ലൂറോസ്കോപ്പി, അതുപോലെ തന്നെ എക്സ്റേ, അല്ലെങ്കിൽ MRI, CT, അങ്ങനെയുള്ള ഇമേജിംഗ് ടൂൾസുകളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് മിനിമം ഇൻവെസീവ് ആയിട്ടുള്ള നടപടിക്രമങ്ങൾ നടത്തുന്ന ഒരു വിഭാഗം. അതിനെയാണ് നമ്മൾ ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്നത്. അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ ഉണ്ടാവും. അവരെ നമ്മള് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്നാണ് പറയുക. എന്താണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്? ഡെഫിനിഷൻ: ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ആരാണ്? എ ഡോക്ടർ who utilize the medical imaging tools to execute the operations and performs the venous catheter placement procedure in a hospital or an outpatient center. അതായത് ഈ പറയുന്ന മെഡിക്കൽ ഇമേജിംഗ് ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഈ ഓപ്പറേഷൻസ് നടത്തുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് സെന്ററിലോ എന്താണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ വീനസ് കത്തീറ്റർ പ്ലേസ്മെന്റ് പ്രൊസീജിയേഴ്സ്, അത്തരം നടപടി, വീനസ് കത്തീറ്റർ പ്ലേസ്മെന്റ് ഒക്കെ നടത്തുന്ന ഒരു ഡോക്ടർ, അവരെയാണ് നമ്മൾ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്. റേഡിയോളജിസ്റ്റ് തന്നെ കേൾക്കുമ്പോൾ അവർ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഇമേജിംഗ് ടൂൾസുകൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ സാധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു നെഫ്രോളജിസ്റ്റ് ഉണ്ടാവും, അദ്ദേഹത്തിന്റെ കൂടെ ആരും ഉണ്ടായിരിക്കും? ഒരു ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റും ഉണ്ടായിരിക്കും. കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ AV ഫിസ്റ്റുലയൊക്കെ ചെയ്യില്ല, AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിൻ ആവശ്യമാണ്. മനസ്സിലായല്ലോ? വളരെ ഹെൽത്തി ആയിട്ടുള്ള വെയിൻ ആവശ്യമാണ്. അപ്പൊ അത് കൃത്യമായിട്ട് ഒരു ഹെൽത്തി വെയിൻ കണ്ടുപിടിക്കാന്നുള്ളതാണ് ആ ഒരു ട്രീറ്റ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ. കാര്യം അതൊരു പെർമനന്റ് ആക്സസ് ആയിട്ടാണ്, പിന്നീട് അങ്ങോട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലെ? അപ്പോ ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിൻ അല്ലെങ്കിൽ ആർട്ടറി അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പല ഇമേജിംഗ് ടൂൾസുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ, AV ഫിസ്റ്റുല എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ കൈപാദത്തിന്റെ അവിടെയോ അല്ലെങ്കിൽ കൈമടക്കിന്റെ ഭാഗത്തൊക്കെയാണ് ആ ഒരു സർജറി ചെയ്യുക. അപ്പൊ നമ്മൾ അവിടെ ഈ പറയുന്ന അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ ഉപയോഗിച്ച് നല്ലപോലെ സെർച്ച് ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ള വെയിൻ ഒക്കെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അത് കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്താൽ അതാണ് ആ ട്രീറ്റ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ചെയ്തിട്ടാണ് പിന്നീട് നമ്മൾ ഈ ഫിസ്റ്റുല, AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഒരു നെഫ്രോളജിസ്റ്റിന്റെ കൂടെ ആരുടെയും കൂടെ സഹകരണം ആവശ്യമാണ്? അവിടെ ഒരു ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റിന്റെ ഒരു സപ്പോർട്ടും കൂടെ ആവശ്യമാണ്. കാര്യം ഇത്തരം ഇമേജിംഗ് ടൂൾസുകൾ, അതായത് അൾട്രാസൗണ്ട് സ്കാനിങ് പോലുള്ള ഇമേജിംഗ് ടൂൾസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വെയിൻ എടുത്ത് അവിടെ ഓപ്പറേഷൻ നടത്തുകയൊക്കെ ചെയ്യുന്ന ഈ പറയുന്ന കത്തീറ്റർ റീപ്ലേസ്മെന്റ് പ്രൊസീജിയർ ഒക്കെ നടത്തുന്ന ഡോക്ടറാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്. പഠിച്ചു വെക്കുന്നു കേട്ടോ, ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാം. ഇനി അടുത്തത്, the patient gets local anesthesia and sedation to be calm and relaxed in the course of this procedure. ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് സർജറിയാണ് അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? ഈ പറയുന്ന രോഗിക്ക് നമ്മൾ ലോക്കൽ അനസ്തീഷ്യം, സെഡേഷനും ഒക്കെ കൊടുക്കും. എന്നാലാണ് അവർക്ക് ആ ഒരു പ്രൊസീജിയർ വളരെ റിലാക്സ് ചെയ്ത് ചെയ്യാനായിട്ട് അതിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് കൊടുക്കും? ഈ പറയുന്ന അനസ്തേഷ്യം, സെഡേഷനും ഒക്കെ കൊടുക്കുന്നതാണ്. ഓക്കെ. ഇനി അടുത്തത് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഈ ഒരു പാരഗ്രാഫിനകത്ത് പറഞ്ഞിരിക്കുന്നത്. വീനസ് കത്തീറ്റേഴ്സ് ആർ നോട്ട് പെർഫെക്റ്റ് ഫോർ ദ ലോങ് ടേം യൂസ് അല്ലെ? ടെമ്പററി ആണ്. ലോങ് ടേം യൂസിന് ഒരിക്കലും അത് എന്തല്ല, പെർഫെക്റ്റ് അല്ല. വിത്ത് എ വീനസ് കത്തീറ്റർ എ പേഷ്യന്റ് മേ ജനറേറ്റ് എ ബ്ലഡ് ക്ലോട്ട് an infection or causing the vein to narrow. അപ്പൊ പലതരം സൈഡ് ഇഫക്ട്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് പറയുന്നത്? ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ വെയിൻ പിന്നീട് ഇടുങ്ങി പോവാം, നേരോ ആയിട്ട് പോകും. അപ്പൊ നേരോ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വേണ്ട രീതിയിൽ ഒരു ബ്ലഡ് ഫ്ലോ അതിലൂടെ നടക്കില്ല. മനസ്സിലായോ? അങ്ങനെയുള്ള പല സൈഡ് ഇഫക്റ്റുകളും ഏതിന് വരുന്നുണ്ട്? കത്തീറ്ററിന് വരുന്നുണ്ട്. ഈ ഒരു കാരണം കൊണ്ടാണ് അതൊരു ടെമ്പററി വാസ്കുലർ ആക്സസ് ആയിട്ടാണെന്ന് പറയുന്നത്.
മനസ്സിലായത് ഒരു പോയിന്റ് ആണ് കേട്ടോ. എന്തുകൊണ്ടാണ് ഈ കത്തീറ്റർ ഒരു ടെമ്പററി വാസ്കുലർ ആക്സസ് സൈറ്റ് ആണെന്ന് പറയാൻ റീസൺ എന്താണ്? റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒത്തിരി സൈഡ് ഇഫക്റ്റ് ഉണ്ട്. കാര്യം അതിന് ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള സാധ്യതയുണ്ട്, ഇൻഫെക്ഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട്, പിന്നെ ഈ പറയുന്ന പോലെ വെയിൻ നേരം ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതൊക്കെ കാരണം കൊണ്ട് അതൊരിക്കലും എന്താണ് ഒരു ലോങ് ടേം യൂസിന് നമുക്ക് പെർഫെക്റ്റ് അല്ല കേട്ടോ. അതറിയും. However, if a patient wants to start the hemodialysis right away, a venous catheter will work for several weeks or months till a surgeon can do a long-term access surgery and the AV fistula or AV graft has time to mature. പക്ഷെ എന്നിരുന്നാലും നമുക്ക് പെട്ടെന്ന് ഹീമോഡയാലിസിസ് ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന വീനസ് കത്തീറ്റർ വേണമെങ്കിൽ ആഴ്ചകളോളോ മാസങ്ങളോളോ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഈ പറയുന്ന ലോങ് ടേം ആക്സസ് സർജറി തുടങ്ങുന്നതിനേക്കാളും മുമ്പ്, അല്ലെങ്കിൽ ഈ പറയുന്ന AV ഫിസ്റ്റുലോ AV ഗ്രാഫ്റ്റോ ഒക്കെ മെച്യൂർ ആവാൻ സമയം എടുക്കും. അത് ആ സർജറി കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾ പിടിക്കും അല്ലെ, അത് നമ്മുടെ ബോഡി ആയിട്ടൊന്ന് സെറ്റ് ആവണം, മെച്യൂർ ആവാൻ സമയം എടുക്കും. അപ്പൊ ആ ഒരു കാലഘട്ടം വരെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കത്തീറ്റർ യൂസ് ചെയ്യാം. ഓക്കെ, ടെമ്പററി ആണ് കേട്ടോ, ടെമ്പററി വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ്. അത്രയാണ് അവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 24. ചാപ്റ്റർ നമ്പർ 24. അടുത്തത് both the AV fistula and the AV graft are outlined for long-term dialysis treatments. പഠിച്ചു വെക്കണം, അതൊരു പോയിന്റ് ആണ്. AV fistula എന്ന് പറയുന്നതും AV graft എന്ന് പറയുന്നതും ലോങ് ടേം ഡയാലിസിസ് ട്രീറ്റ്മെന്റിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് ഒരു പെർമനന്റ് ആയിട്ടുള്ള വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ്. People who get the AV fistulas are healed and ready to begin the hemodialysis 2 to 3 months after their surgery. സാധാരണ AV ഫിസ്റ്റുല ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 മാസങ്ങൾക്ക് ശേഷമാണ് പിന്നീട് നമുക്ക് അതിലൂടെ ഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ AV ഫിസ്റ്റുല മെച്യൂർ ആവാനായിട്ട് ഏകദേശം എത്ര നാളെടുക്കും? 2 to 3 months-ഓളം എടുക്കും. ഓക്കെ, ഇനി people who receive AV grafts will be ready in 2 to 3 weeks. വീക്സ് ആണ് കേട്ടോ പറയുന്നത്. ഈ പറയുന്ന AV ഗ്രാഫ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അത് മെച്യൂർ ആവാനായിട്ട് ഏകദേശം 2 to 3 ആഴ്ചകൾ വരെ എടുക്കും. Catheters are outlined for the short term ആണ് കേട്ടോ, ഷോർട്ട് ടേം ടെമ്പററി യൂസ്. സാധാരണ കത്തീറ്റേഴ്സ് ഷോർട്ട് ടേം ടെമ്പററി യൂസിനാണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മള് 3 വാസ്കുലർ ആക്സസ് സൈറ്റുകൾ പഠിച്ചു. AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ് ആൻഡ് കത്തീറ്റേഴ്സ്. നമ്മൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ് ഇതൊക്കെയാണ്. പെർമനന്റ് വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് ചോദിച്ചാലും ലോങ് ടേം ഡയാലിസിസ് ട്രീറ്റ്മെന്റിൽ ഉപയോഗിക്കുന്നത് ഏത് വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റുമാണ് കേട്ടോ. ഫിസ്റ്റുലയാണ് ഏറ്റവും പെർഫെക്റ്റ്. പക്ഷെ അവരുടെ വെയിൻ വീക്ക് ആണ്, ദുർബലമാണെങ്കിലാണ് നമ്മൾ AV ഗ്രാഫ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി ടെമ്പററി വാസ്കുലർ ആക്സസ് ആയിട്ട് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഷോർട്ട് ടേം ഡയാലിസിസ് ട്രീറ്റ്മെന്റിൽ ഉപയോഗിക്കുന്നത് ഏത് വാസ്കുലർ ആക്സസ് ആയിട്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് വീനസ് കത്തീറ്റർ ആണ്. അപ്പൊ പിന്നെ നമ്മൾ അറിയുന്ന ഒരു കത്തീറ്റർ എന്തുകൊണ്ടാണ് ടെമ്പററി ആയത്? അപ്പൊ അതിന് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? അത് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവാം, അല്ലെങ്കിൽ വെയിൻ നാരോ ആവാം, ക്ലോട്ട് ആവാം, അങ്ങനെയുള്ള കുറെ സാഹചര്യങ്ങൾ കൊണ്ടാണ് അതൊരു ടെമ്പററി വാസ്കുലർ ആക്സസ് ആയിട്ട് മാറുന്നത്. മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഒരു AV ഫിസ്റ്റുല മെച്യൂർ ആവാനായിട്ട് ഏകദേശം 3 to 4 months എടുക്കുമ്പോൾ AV ഗ്രാഫ്റ്റ് മെച്യൂർ ആവാനായിട്ട് ഏകദേശം ഒരു 2 to 3 weeks ആണ് കേട്ടോ. മന്ത്സ് അല്ല, വീക്സ് ആണ്, ആഴ്ചകളാണ് എടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു പാരഗ്രാഫിൽ നിന്നൊക്കെ പഠിച്ചിട്ടുള്ള പോയിന്റ്സ് മാത്രം ഓർത്ത് വെക്കുക കേട്ടോ, പഠിച്ചു. അപ്പൊ നമ്മൾ ഹീമോഡയാലിസിസ് ഇതോടുകൂടി കംപ്ലീറ്റ് ആവാണ്. ഇനി നമ്മൾ പറഞ്ഞു ഡയാലിസിസ് 2 തരമാണ്. ഹീമോഡയാലിസിസ് ഉണ്ട്, പിന്നെ രണ്ടാമത് എന്താ പറഞ്ഞത്? പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. ചുരുക്കത്തിൽ നമ്മൾ PD എന്നാണ് കേട്ടോ പറയാ. ഹീമോഡയാലിസിസിന് HD എന്നാണ് നമ്മൾ ഷോർട്ട് ആക്കി പറയാ. പെരിറ്റോണിയൽ ഡയാലിസിസിന് PD എന്നാണ് പറയാ. അപ്പൊ ഇനി നമുക്ക് എന്താണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്നുള്ളത് പഠിക്കാം കേട്ടോ. അതും വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഹീമോഡയാലിസിസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ്? പെരിറ്റോണിയൽ ഡയാലിസിസിൽ രക്തം ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെയാണ് ശുദ്ധീകരിക്കുന്നത്. അതാണ് മേജർ ഡിഫറൻസ്. മനസ്സിലായല്ലോ? ഹീമോഡയാലിസിസിൽ നിന്നും പെരിറ്റോണിയൽ ഡയാലിസിസിനുള്ള ഒരു മേജർ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഹീമോഡയാലിസിസിൽ എങ്ങനെയായിരുന്നു? നമ്മൾ ബ്ലഡ് വെളിയിലേക്ക് എടുക്കുന്നത് അല്ലെ, പുറത്തേക്ക് എടുത്തിട്ടാണ് നമ്മളത് പ്യൂരിഫിക്കേഷൻ നടത്തുന്നതെങ്കിൽ പെരിറ്റോണിയൽ ഡയാലിസിസിൽ എന്താണ്? ശരീരത്തിനുള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ് രക്തത്തിനെ ശുദ്ധീകരിക്കുന്നത്. അതാണ് മേജർ ഡിഫറൻസ്.
പിന്നെ അപ്പൊ നിങ്ങൾക്കറിയണം എന്താണ് പെരിറ്റോണിയം. വാട്ട് ഇസ് പെരിറ്റോണിയം? പെരിറ്റോണിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഉദരത്തിനുള്ളിലെ അവയവങ്ങളെ ആവരണം ചെയ്യും. നമ്മുടെ അബ്ഡോമൻ ഉണ്ടല്ലോ, ആ അബ്ഡോമനകത്ത് ഒത്തിരിയേറെ അവയവങ്ങളുണ്ട് അല്ലെ. ഈ പറയുന്ന എന്താ പറയാ ചെറുകുടല്, വൻകുടല്, പിന്നെ ഈ പറയുന്ന വൃക്കയുടെ ഭാഗങ്ങള്, അല്ലെങ്കിൽ ലിവർ, അങ്ങനത്തെ ഭാഗങ്ങൾ വരുന്നതാണ് നമ്മുടെ അബ്ഡോമൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ഉദരത്തിനുള്ളിലെ അവയവങ്ങളെല്ലാം തന്നെ ആവരണം ചെയ്യുന്ന ഒരു നേർത്ത മെംബ്രെയിൻ, ഒരു നേർത്ത സ്ഥലം എന്നൊക്കെ പറയാം. അതിനെയാണ് നമ്മൾ പെരിറ്റോണിയം എന്ന് പറയുന്നത്. എന്താണ് പറയാ? പെരിറ്റോണിയം. മനസ്സിലായത് എന്താണ് പെരിറ്റോണിയം എന്ന് പറഞ്ഞാല്? നമ്മുടെ ഉദരത്തിനുള്ളിലെ അവയവങ്ങളെ എല്ലാം ആവരണം ചെയ്യുന്ന ഒരു നേർത്ത ഒരു സ്ഥലം, ഒരു മെംബ്രെയിൻ, അതിനെയാണ് നമ്മൾ പെരിറ്റോണിയം എന്ന് പറയുന്നത്. ഈ പെരിറ്റോണിയത്തിന് ഒരു എബിലിറ്റി ഉണ്ട്, ഒരു കഴിവുണ്ട്. എന്താണെന്നറിയാമോ? ഈ രക്തത്തിലുള്ള അധിക ജലം, എക്സ്ട്രാ ഫ്ലൂയിഡ്, അതുപോലെ ലവണാംശങ്ങളെയൊക്കെ ഒരു വലിച്ചെടുക്കാനുള്ള, ഒരു അബ്സോർബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആർക്കുണ്ട്? പെരിറ്റോണിയത്തിനുണ്ട്. ആ ഒരു പെരിറ്റോണിയത്തിന്റെ എബിലിറ്റിയാണ് നമ്മൾ ഈ പെരിറ്റോണിയൽ ഡയാലിസിസിനകത്ത് പ്രയോജനപ്പെടുത്തുന്നത്. എന്താണ്? ഒന്നുകൂടെ പറയാമോ? കട്ടായി പോയാ. അതായത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് നമ്മൾ പറയുന്നത്. പെരിറ്റോണിയൽ എന്ന് പറയുന്നത് ഹീമോ ഡയാലിസിസിൽ നിന്നും വ്യത്യസ്തമായിട്ട് ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ രക്തം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ്. അതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. മറ്റേതിൽ നമ്മൾ ബ്ലഡ് പുറത്തേക്ക് എടുക്കും അല്ലെ, പക്ഷെ ഇതിനകത്ത് ബ്ലഡ് പുറത്തേക്കൊന്നും എടുക്കുന്നില്ല. ബ്ലഡ് ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെയാണ് ശുദ്ധീകരിക്കുന്നത്. അതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. അതാണ് മേജർ ഡിഫറൻസ് കേട്ടോ. പെരിറ്റോണിയം എന്ന് പറഞ്ഞാല് നമ്മുടെ ഉദരത്തിനകത്തുള്ള അവയവങ്ങളെ ആവരണം ചെയ്യുന്ന ഒരു നേർത്ത സ്ഥലം, ഒരു മെംബ്രെയിൻ ആണ് നമ്മൾ പെരിറ്റോണിയം എന്ന് പറയുന്നത്. ഈ പെരിറ്റോണിയത്തിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ രക്തത്തിലുള്ള ജലാംശം, അതുപോലെ തന്നെ മറ്റു പല ലവണാംശങ്ങളെയൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു കഴിവുണ്ട് പെരിറ്റോണിയത്തിന്. ആ ഒരു കപ്പാസിറ്റി, ആ ഒരു എബിലിറ്റിയാണ് ഈ പറയുന്ന ഡയാലിസിസിന് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. അതായത് നമ്മുടെ ഉദരത്തിനുള്ളിൽ ഒരു സുഷിരം ഉണ്ടാക്കും, ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിനകത്തൂടെ ഒരു കത്തീറ്റർ പ്രവേശിപ്പിക്കും. കത്തീറ്റർ നിങ്ങൾക്ക് അറിയാലോ, ഒരു ഫ്ലെക്സിബിൾ സോഫ്റ്റ് ട്യൂബ് ആണ് കത്തീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഉദരത്തിനുള്ളിൽ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഉദരത്തിനുള്ളിൽ ഒരു സുഷിരം ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഒരു കത്തീറ്റർ കയറ്റും, ഒരു കത്തീറ്റർ പ്രവേശിപ്പിക്കും. എന്നിട്ട് ഈ കത്തീറ്ററിനകത്തേക്ക് നമ്മൾ ഒരു സൊല്യൂഷൻ ആണ് നിറയ്ക്കുന്നത്. എന്താണ്? ഒരു സൊല്യൂഷൻ, ഒരു എന്താ പറയുക, ഒരു ദ്രാവകം. അതിന് നമ്മൾ പറയുന്നത് ഡയാലിസേറ്റ് എന്നാണ് പറയുക. എന്താണ് പറയാ? ഡയാലിസേറ്റ്. മനസ്സിലായോ? നമ്മള് ഹീമോ ഡയാലിസിസ് പഠിച്ചപ്പോ ഡയാലിസിസ് മെഷീനകത്ത് ഒരു ഫിൽറ്റർ ഉണ്ട്, അതിനെ നമ്മൾ ഡയലൈസർ എന്നാണ് പറഞ്ഞത് അല്ലെ. അഥവാ ആർട്ടിഫിഷ്യൽ കിഡ്നി ഡയലൈസർ എന്നാണ് പറഞ്ഞത്. നമ്മൾ പെരിറ്റോണിയൽ ഡയാലിസിസിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു സൊല്യൂഷൻ ആണ്. ഫിൽറ്റർ എന്ന് പറയുന്നത് ഇവിടെ പെരിറ്റോണിയം ഫിൽറ്റർ തന്നെയാണ്, പക്ഷെ നമ്മൾ ഇവിടെ ഒരു സൊല്യൂഷൻ ആണ് ഉപയോഗിക്കുന്നത്. ആ ഒരു സൊല്യൂഷന് നമ്മൾ പറയാം ഡയാലിസേറ്റ് എന്നാണ് പറയാം. മാറിപ്പോകരുത് കേട്ടോ, രണ്ടും ഏകദേശം ഒരുപോലെ തോന്നും. ഡയാലൈസർ വേറെ, ഇത് ഡയാലിസേറ്റ്, അതൊരു സൊല്യൂഷൻ ആണ്. ഈ ഒരു സൊല്യൂഷൻ എന്ത് ചെയ്യും? നമ്മൾ കത്തീറ്ററിന്റെ ഉള്ളിലേക്ക് ഡയാലിസേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡയാലിസേറ്റ്, DIALYSAT, ഡയാലിസേറ്റ്. നമ്മളിത് വായിക്കൂട്ടോ, അതിന് ജസ്റ്റ് ഇതിന്റെ കൺസെപ്റ്റ് പറഞ്ഞു തരുന്നതാണ്. ഈ ഡയാലിസേറ്റ് എന്ന് പറയുന്ന ഒരു ദ്രാവകം അതിനകത്തേക്ക് നിറയ്ക്കും. അപ്പൊ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തീറ്ററിന്റെ ഉള്ളിലേക്കാണ് ഈ ദ്രാവകം നമ്മൾ നിറയ്ക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ നമ്മുടെ ഈ വയറിനകത്തുള്ള പെരിറ്റോണിയൽ ക്യാവിറ്റി, അതിന് നമ്മൾ പെരിറ്റോണിയൽ ക്യാവിറ്റി എന്നാണ് പറയുക. അപ്പൊ ആ ക്യാവിറ്റിയുടെ ഭാഗത്തുള്ള സിരകളിലൂടെയും ഈ പറയുന്ന ആർട്ടറിയിലൂടെയും ഒക്കെ പോകുന്ന ബ്ലഡ് ഉണ്ടല്ലോ, ആ ബ്ലഡിനകത്തെ മാലിന്യങ്ങളും അതുപോലെ തന്നെ ലവണാംശങ്ങളും ഈ പറയുന്ന സൊല്യൂഷൻ വലിച്ചെടുക്കും. ഈ കയറ്റിവിടുന്ന സൊല്യൂഷൻ ഉണ്ടല്ലോ, ആ സൊല്യൂഷൻ എന്ത് ചെയ്യും? വലിച്ചെടുക്കും. ശരിക്കും പറയുന്നത് ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നു എന്നതുപോലെയാണ് ഈ പറയുന്ന ബ്ലഡ് ഇങ്ങനെ അതിലൂടെ പാസ് ചെയ്യുന്നുണ്ടാവും അല്ലെ, പെരിറ്റോണിയൽ ക്യാവിറ്റിയിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഈ ദ്രാവകം നിറച്ചിട്ടുണ്ടല്ലോ ഈ പറയുന്ന കത്തീറ്ററിലൂടെ, ഈ ദ്രാവകം ഈ സൊല്യൂഷൻ എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ ബ്ലഡ് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ആ ബ്ലഡിൽ നിന്നുള്ള അമിത ലവണാംശങ്ങളും അതുപോലെ എക്സ്ട്രാ ഫ്ലൂയിഡ് ഒക്കെ ഈ ഒരു സൊല്യൂഷനിലേക്ക് വലിച്ചെടുക്കും, അങ്ങനെ അബ്സോർബ് ചെയ്യും ഈ സൊല്യൂഷൻ. അങ്ങനെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ പാസ് ചെയ്യുന്നതിനനുസരിച്ച് അതിലുള്ള വേസ്റ്റും മറ്റുള്ള സാധനങ്ങളും ഒക്കെ ഈ ലൈനിൽ ഇങ്ങനെ വലിച്ചെടുത്ത് ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ, അതൊരു 1 മണിക്കൂറൊക്കെയാണ് പറയുന്നത്, ഒരു നിശ്ചിത സമയം കഴിഞ്ഞു കഴിയുമ്പോൾ ഈ പറയുന്ന ബ്ലഡിലെ മാലിന്യങ്ങളൊക്കെ ഈ ദ്രാവകത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുകയും പിന്നീട് ആ ദ്രാവകം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുറത്തേക്ക് ഒഴുക്കി കളയാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ എന്തെന്ന് പറയുന്നത് പെരിറ്റോണിയൽ ഡയാലിസിസ്.
മനസ്സിലായല്ലോ? പെരിറ്റോണിയൽ ഡയാലിസിസ് പറഞ്ഞ സിമ്പിൾ ആണ്. നമ്മുടെ ഉദരത്തിനുള്ളിൽ ഒരു സുഷിരം ഉണ്ടാക്കും, എന്നിട്ട് അതിനകത്ത് ഒരു കത്തീറ്റർ പ്രവേശിപ്പിക്കും. കത്തീറ്റർ അറിയാതെ ഒരു ഫ്ലെക്സിബിൾ സ്മോൾ സോഫ്റ്റ് ട്യൂബ് ആണ്. എന്നിട്ട് അതിനകത്തേക്ക് ഡയാലിസേറ്റ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ അതിനകത്തേക്ക് നിറയ്ക്കും, കത്തീറ്ററിനകത്തേക്ക് നിറയ്ക്കും. അപ്പോ ഈ പറയുന്ന നിങ്ങൾ ഈ ചിത്രം ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. നമുക്ക് ഈ ചിത്രം കണ്ടാൽ ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചേ. ഇതാണ് നമ്മളുടെ അബ്ഡോമിന്റെ പോർഷൻ. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ പെരിറ്റോണിയം. കണ്ടോ, നമ്മുടെ ഉദരത്തിലുള്ള ഈ പറയുന്ന അവയവങ്ങളെ എല്ലാം ആവരണം ചെയ്യുന്ന ഒരു നേർത്ത സ്ഥലം, ഇതാണ് നമ്മുടെ പെരിറ്റോണിയം എന്ന് പറയുന്നത്. ഓക്കെ, കേട്ടല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ പെരിറ്റോണിയം ക്യാവിറ്റി. അപ്പൊ നോക്കിയേ, ഇവിടെ ഒരു സുഷിരം ഉണ്ടാക്കും, ഒരു ഹോൾ ഉണ്ടാക്കും, എന്നിട്ട് ഇതിലൂടെ ഒരു കത്തീറ്റർ പ്രവേശിക്കും. കണ്ടോ, ഒരു കത്തീറ്റർ ഉണ്ടോ, ഈ കത്തീറ്റർ പ്രവേശിപ്പിക്കും. എന്നിട്ട് അതിനകത്തേക്ക് ഒരു സൊല്യൂഷൻ, അതിനെ നമ്മൾ ഡയാലിസേറ്റ് എന്നാണ് പറയാ. എന്താണ് പറയാ? ഡയാലിസേറ്റ്. ഈ ഡയാലിസേറ്റ് ഈ കത്തീറ്റർ വഴി ഇങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കണം, ഈ പറയുന്ന പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്തേക്ക് ഇങ്ങനെ നിറച്ചു കൊടുക്കണം കത്തീറ്റർ വഴി. അപ്പൊ എന്തുണ്ടാവുന്ന വെച്ചാൽ ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്ന ബ്ലഡിൽ നിന്ന് അധിക ലവണങ്ങളും അതുപോലെ എക്സ്ട്രാ ഫ്ലൂയിഡ്സും എല്ലാം ഈ ഒരു ലൈനിൽ വലിച്ചെടുക്കും. ബ്ലഡ് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടാവുമല്ലോ, അപ്പൊ അവിടെ നിന്ന് ഈ പറയുന്ന വേസ്റ്റുകളെല്ലാം തന്നെ ഈ ഒരു സൊല്യൂഷനിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടാണ്, ഈ ഒരു സൊല്യൂഷൻ വലിച്ചെടുക്കും. അങ്ങനെ ഏകദേശം ഒരു കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ ഈ ബ്ലഡിൽ നിന്ന് എല്ലാ വേസ്റ്റുകളും ഈ ദ്രാവകം വലിച്ചെടുത്തിട്ട് ഈ ദ്രാവകത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുറത്തേക്ക് ഒഴുക്കി കളയാനും സാധിക്കും. ഈ ഒരു സെറ്റപ്പ് ആണ് എന്തെന്ന് പറയുന്നത് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? മാത്രമല്ല നമുക്ക് വളരെ സൗകര്യപ്രദമാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഹീമോ ഡയാലിസിസിന്റേതായ സെയിം പ്രയോജനം തന്നെ നമുക്ക് എവിടെയും കിട്ടും, പെരിറ്റോണിയൽ ഡയാലിസിസിനകത്ത് ലഭിക്കും. ഇവിടെ ആകെ ഒരു ടാസ്ക് ഉള്ളൂ, അതായത് ഒരു കത്തീറ്റർ ഒരു പ്രാവശ്യം പ്രവേശിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, കത്തീറ്റർ പ്രവേശിപ്പിക്കുന്ന ചെറിയൊരു മൈനർ സർജറി വേണം. അപ്പൊ ആ ഒരു കത്തീറ്റർ ഒരു പ്രാവശ്യം പ്രവേശിപ്പിച്ച് കഴിഞ്ഞാല് പിന്നീട് ആ രോഗിക്ക് ആശുപത്രിയിൽ പോവാതെ തന്നെ ഈ പറയുന്ന ദ്രാവകം വീട്ടിൽ വെച്ച് തന്നെ നിറച്ച് ഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായി? കത്തീറ്റർ അവിടെ പ്രവേശിപ്പിക്കേണ്ട ഒരു ടാസ്ക് മാത്രമേ അതിനകത്ത് വരുള്ളൂ. കിട്ടും കിട്ടൂല, കുറച്ചൊക്കെ വിവരങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ ഈ പറയുന്ന എന്താ പറയാ, ഞാൻ പറഞ്ഞെന്തായിരുന്നു, മറന്നുപോയില്ല ഞാൻ പറഞ്ഞു തന്നത്, കത്തീറ്ററിന്റെ കാര്യമല്ലേ. ഒരു പ്രാവശ്യം കത്തീറ്റർ പ്രവേശിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നീട് ആ രോഗിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ദ്രാവകം വീട്ടിൽ വെച്ച് തന്നെ നിറച്ച് ഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? അപ്പോ ഈ പറയുന്ന ചെയ്യാനുള്ള ട്യൂബ്സ്, അതുപോലെ ഈ പെരിറ്റോണിയം ചെയ്യാനുള്ള അനുബന്ധ സാമഗ്രികളും കത്തീറ്റേഴ്സും ഒക്കെ സൗജന്യമായിട്ട് അവൈലബിൾ ആക്കാനുള്ള ഒരു പദ്ധതി നമ്മുടെ കേരളത്തിൽ ഇനി വരാൻ പോകുന്നുണ്ട്. അത് ഏറ്റവും നല്ല ഒരു പ്രസന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. കാര്യം ഈ അടുത്ത കാലത്ത് നമ്മുടെ വീണ ജോർജ് അല്ലെ, നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ന്യൂസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, നമ്മളുടെ കേരളത്തില് പെരിറ്റോണിയൽ ഡയാലിസിസ് പദ്ധതി വരാൻ പോവാണ്. അത് ഏകദേശം ഒരു 11 ജില്ലകളിൽ കേട്ടോ, 11 ജില്ലകളിലും പെരിറ്റോണിയൽ ഡയാലിസിസ് പദ്ധതി നടപ്പിലാക്കാൻ പോവുകയാണ്. അപ്പൊ അത് വളരെയധികം പ്രയോജനപ്പെടുന്ന നല്ലൊരു പദ്ധതിയാണ്. കാര്യം എന്താന്ന് വെച്ചാല് നമുക്ക് ഈ ഹീമോ ഡയാലിസിസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം, അത്യാവശ്യം ചെലവും കാര്യങ്ങളും ഉണ്ട്. അത് മാത്രമല്ല രോഗിക്ക് വളരെ ഡിസ്കംഫർട്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷനാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. കാര്യം എന്താണ്? രോഗിക്ക് അവരുടെ കംഫർട്ട് അനുസരിച്ച് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാം. മാത്രമല്ല ഹീമോ ഡയാലിസിസിന്റേതായ എല്ലാ പ്രയോജനങ്ങളും ഇതിനകത്ത് ലഭിക്കും. അപ്പോ ഈ പറയുന്ന പെരിറ്റോണിയൽ ഡയാലിസിസിന് വേണ്ട കത്തീറ്റർ, അനുബന്ധ സാമഗ്രികൾ ഇതെല്ലാം തന്നെ സൗജന്യമായിട്ട് തന്നെ കൊടുക്കാനുള്ള ഒരു പദ്ധതിയും കൂടിയാണ് കേട്ടോ. അത് വളരെ പെട്ടെന്ന് തന്നെ വരട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. തന്നെ 11 ജില്ലകളിൽ അത് നടത്താനുള്ള ഒരു പ്ലാനിങ് നാളെ വാർത്തയിൽ പറയുന്നത് കിട്ടും കേട്ടോ. പെരിറ്റോണിയൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഡയാലിസിസ് ചെയ്യും. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് വായിക്കാം പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണെന്നുള്ളത്. ഇൻ പെരിറ്റോണിയൽ ഡയാലിസിസ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ്സ് ഞാൻ പറയാം കേട്ടോ, എന്തൊക്കെയാണെന്നുള്ളത്. ഇൻ പെരിറ്റോണിയൽ ഡയാലിസിസ് the blood is purified inside your own body instead of using a dialysis solution. That is the major difference from the hemodialysis. Okay, hemodialysisനകത്ത് ബ്ലഡ് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് കേട്ടോ, അവിടെ എന്താണ്? രക്തം ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെയാണ് ശുദ്ധീകരിക്കുന്നത്. അത് തന്നെയാണ് ആ പോയിന്റ് കേട്ടോ. ഇങ്ങനെ ചോദിക്കുകയാണ്, the blood is purified inside your own body എന്ന് കേട്ടാൽ നിങ്ങൾ പറയുന്നത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. For this kind of dialysis, the lining of your abdomen or belly area,
ദാറ്റ് ഓൾസോ കോൾഡ് പെരിറ്റോണിയം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെരിറ്റോണിയം. വാട്ട് ഈസ് പെരിറ്റോണിയം? ഇതാണ് കേട്ടോ നമ്മുടെ ഉദരത്തിനുള്ളിൽ അവയവങ്ങളെ ആവരണം ചെയ്യുന്ന ഒരു നേർത്ത സ്ഥലം. ഇതിനെയാണ് നമ്മൾ പെരിറ്റോണിയം എന്ന് പറയുന്നത്. കോൾഡ് പെരിറ്റോണിയം ഈസ് യൂസ്ഡ് ആസ് എ ഫിൽട്ടർ. അപ്പൊ അവിടുത്തെ ഫിൽട്ടർ എന്ന് പറയുന്നത് ആരാണ്? പെരിറ്റോണിയം ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പെരിറ്റോണിയത്തിന് ഒരു കഴിവുണ്ട്. ഈ പറയുന്ന ബ്ലഡിനകത്ത് അധിക ജലവും ലവണാംശമൊക്കെ അബ്സോർബ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റി പെരിറ്റോണിയത്തിനുണ്ട്. അപ്പൊ ആ ഒരു കഴിവാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. Before beginning the peritoneal dialysis, a minor surgery is required to place a catheter that makes a soft tube in your belly. നമ്മൾ ഹീമോഡയാലിസിസ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് എന്ത് ചെയ്യുന്നു? ഒരു സർജറി ചെയ്യുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് വാസ്കുലർ ആക്സസ് ആയിട്ട് ഉണ്ടാക്കാനായിട്ടാണ്. എന്നതുപോലെ പെരിറ്റോണിയൽ ഡയാലിസിസിൽ എന്താണ് ഇത് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഒരു മൈനർ സർജറി ചെയ്യും. അതെന്ത് പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? കത്തീറ്റർ പ്രവേശിപ്പിക്കാനാണ് കേട്ടോ. അപ്പൊ അതുമായിട്ടൊന്ന് ജസ്റ്റ് കമ്പയർ ചെയ്ത് നിങ്ങൾ പഠിക്കുക, കമ്പയർ ചെയ്ത് മനസ്സിലാക്കുക കേട്ടോ. അടുത്തത്, ഇൻ ദ കോഴ്സ് ഓഫ് ഈച്ച് ട്രീറ്റ്മെന്റ് ദ ബെല്ലി ഏരിയ ഇസ് ലിറ്റിൽ ബൈ ലിറ്റിൽ ഫിൽഡ് വിത്ത് ഡയാലിസേറ്റ്. പോയിന്റ് ഓർത്ത് വയ്ക്കാം, ഡയാലിസേറ്റ്. സ്പെല്ലിംഗ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ട്രീറ്റ്മെന്റിനകത്ത് നമ്മളുടെ ഈ ബെല്ലി ഏരിയ, അതായത് നമ്മുടെ പെരിറ്റോണിയൽ ക്യാവിറ്റിനെ കത്തീറ്റർ പ്രവേശിപ്പിച്ചിട്ട് അതിനുള്ളിലൂടെ നമ്മളൊരു ഡയാലിസേറ്റ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷനെ നമ്മൾ ഡയാലിസേറ്റ് എന്നാണ് പറയുക. അത് ഫിൽ ചെയ്യും കേട്ടോ. എന്താണ് ഡയാലിസേറ്റ് എന്ന് കൃത്യമായിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. എ ക്ലീൻസിംഗ് ഫ്ലൂയിഡ് മെയ്ഡ് ഫ്രം എ മിക്സ്ചർ ഓഫ് വാട്ടർ, salt and other additives. കേട്ടോ. അപ്പൊ അങ്ങനെയും ചോദിക്കാം. The cleansing fluid made from a mixture of water, salt and other additives used for the peritoneal dialysis എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? ഡയാലിസേറ്റ്. എന്താണ്? ഡയാലിസേറ്റ് കേട്ടോ. അതൊരു ക്ലെൻസിങ് ഫ്ലൂയിഡ് ആണെന്ന് ഓർത്ത് വെക്കാം. അപ്പൊ എന്തുണ്ടായിരിക്കും? Through the catheter. Catheter-ലൂടെ നമ്മൾ നിറയ്ക്കും. As blood flows normally through the area, extra fluid and waste products are pulled out of the blood vessels and into the belly area by the dialysate, almost like a magnet. ഞാൻ പറഞ്ഞില്ല, ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ഈ ഒരു ലൈനിൽ നിറച്ചു കഴിഞ്ഞാൽ അതിലൂടെ ഇങ്ങനെ ബ്ലഡ് പാസ് ചെയ്യുന്നുണ്ടോ പെരിറ്റോണിയൽ ക്യാവിറ്റിയിലൂടെ. അവിടുത്തെ ആ ബ്ലഡ് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ അതിനകത്തെ വേസ്റ്റുകൾ എല്ലാം തന്നെ ഈ ഒരു ലൈനെ അബ്സോർബ് ചെയ്യാണ് അല്ലെങ്കിൽ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. After a few hours, കുറച്ച് മണിക്കൂറുകൾ പിടിക്കും കേട്ടോ, ഒരുപാടല്ല കുറച്ച്. After a few hours, the fluid mixture is emptied out from your belly using the same catheter and bag that was used at the beginning of the treatment. അപ്പൊ നമ്മള് ട്രീറ്റ്മെന്റിന് മുമ്പായിട്ട് ഈ ഒരു ലൈനിൽ നിറയ്ക്കാനായിട്ട് ഉപയോഗിച്ച കത്തീറ്ററും ബാഗും ഒക്കെ ഉണ്ടാവും അല്ലെ. അതിൽ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ച് ഈ പറയുന്ന ദ്രാവകത്തിന് പുറത്തേക്ക് എടുത്ത് ഒഴുക്കി കളയാനും സാധിക്കും. Peritoneal dialysis can be done almost anywhere if you have the supplies needed to do the treatment. ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ട സാധന സാമഗ്രികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എവിടെ വേണമെങ്കിലും ചെയ്യാം. വേണമെന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാം. കാര്യം കത്തീറ്റർ പ്രവേശിപ്പിക്കാനുള്ള ഒരു ടാസ്ക് മാത്രമേ അവിടെ വരുന്നുള്ളൂ. അത് ചെയ്തു കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ രോഗിക്ക് വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലൂയിഡ് നമുക്ക് നിറച്ച് ഈ ഒരു പ്രൊസീജിയർ ചെയ്യാനായിട്ട് സാധിക്കും. ണ്ടല്ലോ. അപ്പൊ കുറേ കൂടെ വളരെ കംഫർട്ടബിൾ ആണ് അല്ലെ, നല്ലതാണ്. അപ്പൊ അത് നമ്മുടെ കേരളത്തിൽ വരാനും പോകുന്നുണ്ട് കേട്ടോ. ഏകദേശം 11 ജില്ലകളിൽ തന്നെ വരുന്നുണ്ട്. ഇത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, അപ്പൊ പെരിറ്റോണിയൽ ഡയാലിസിസ് ക്ലിയർ ആണല്ലോ. പെരിറ്റോണിയം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ അടുത്ത പോയിന്റ് പഠിക്കാൻ പോകുന്നത്, എത്ര ടൈപ്പ് ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ് ഉള്ളത്? ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ്. പെരിറ്റോണിയൽ ഡയാലിസിസ് പ്രധാനമായിട്ടും 3 തരത്തിലാണ് ഉള്ളത്. നമുക്ക് ഒത്തിരി ഡീപ്പിലോട്ടൊന്നും പോകണ്ട, നിങ്ങൾക്ക് തന്നിരിക്കുന്ന പോയിന്റ്സ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഒരുപാട് ഡീപ്പിലോട്ട് നമ്മൾ പോകുന്നില്ല. പെരിറ്റോണിയൽ ഡയാലിസിസ് പ്രധാനമായിട്ടും 3 തരത്തിലാണ് ഉള്ളത്. ഏതൊക്കെയാണ് ആ 3 തരം എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ എന്താണ്? കണ്ടിന്യൂവസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. എന്താണ്? കണ്ടിന്യൂവസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്, അഥവാ നമ്മൾ എന്താണ് ഷോർട്ടാക്കി പറയാം? CAPD എന്നാണ് പറയാ കേട്ടോ. PD എല്ലാത്തിനും കോമൺ ആയിട്ട് പിയും PD വരും. അപ്പൊ അതിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. ബാക്കിയുള്ള ടേംസ് എന്താണെന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. PD കാണുമ്പോൾ പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്, HD കാണുമ്പോൾ കീമോ ഡയാലിസിസ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ CAPD എന്ന് പറഞ്ഞാല് കണ്ടിന്യൂവസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ആംബുലേറ്ററി എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് മനസ്സിലായാൽ തന്നെ കുറെയൊക്കെ നമുക്ക് ക്ലിയർ ആവും. ആംബുലേറ്ററി എന്ന് പറഞ്ഞാൽ സാധാരണ ഉദ്ദേശിക്കുന്നത് സ്ഥിരമല്ലാത്തത് എന്നാണ് കേട്ടോ അർത്ഥം. സ്ഥിരമല്ലാത്തത്, നമുക്ക് നീക്കാവുന്ന, നടക്കാവുന്ന, സഞ്ചരിക്കാവുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു മീനിങ് ആണ് ആംബുലേറ്ററി എന്ന് പറയുന്ന വേർഡിനുള്ളത്. അപ്പൊ
കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് അഥവാ CAPD പ്രത്യേകത എന്താണെന്ന് അറിയാം. വളരെ സിമ്പിൾ ആയിട്ട് പറയാം. യന്ത്രം ആവശ്യമില്ല, അതായത് മെഷീൻ ആവശ്യമില്ല. മെഷീൻ ആവശ്യമില്ല. അത് മാത്രമല്ല, നമുക്ക് ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ എന്താണ് നമുക്ക് ചെയ്യാനും സാധിക്കും. അതാണ് എന്തെന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. CAPD ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എ മെഷീൻ. അതിനൊരു മെഷീൻ ആവശ്യമില്ല. മെഷീൻ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ ഈ ഒരു ഡയാലിസിസ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് ആംബുലേറ്ററി എന്ന് പറയാൻ കാരണം, നമുക്കൊരു മെഷീനൊക്കെ ആയിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അല്ലെ, സ്ഥിരമായിട്ട് ഇങ്ങനെ ആ മെഷീന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഇതാകുമ്പോ മെഷീൻ ആവശ്യമില്ല. അത് നമുക്ക് ഈസി ആയിട്ട് നടക്കാം, നീങ്ങാം, എവിടെ വേണമെങ്കിലും നമുക്ക് സഞ്ചരിക്കാം. ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ അതെടുത്ത് പുറത്തേക്ക് കളഞ്ഞാൽ മതി. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ചിന്തിക്കാം കേട്ടോ. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. പോയിന്റ് ഇതാണ്, ഡസ് നോട്ട് നീഡ് എ മെഷീൻ. മെഷീൻ ആവശ്യമില്ല. എക്സ്ചേഞ്ചസ് ക്യാൻ ബി ഡൺ 3 to 5 times a day ഡ്യൂറിങ് ദ വേക്കിംഗ് അവേഴ്സ്. അതായത് ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ ഈ പറയുന്ന എക്സ്ചേഞ്ചസ് നമുക്കൊരു 3 മുതൽ 5 പ്രാവശ്യം വരെ ചെയ്യാം. ഒരു ദിവസത്തെ കണക്കാണ് കേട്ടോ പറയുന്നത്. ഒരു ദിവസം 3 മുതൽ 5 പ്രാവശ്യം വരെ എക്സ്ചേഞ്ചുകൾ നടത്താം. ഈ എക്സ്ചേഞ്ച് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന ഫ്ലൂയിഡ് നമ്മൾ അതിനകത്തേക്ക് ഫിൽ ചെയ്യുന്നതും അതിന് എന്താ പറയാ ഡ്രെയിൻ ചെയ്യുന്നതുമായിട്ടുള്ള ആ ഒരു പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഒരു ദിവസം ഏകദേശം ഒരു 3 മുതൽ 5 തവണ വരെ ചെയ്യാം. ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ ചെയ്യാം. മനസ്സിലായി? യന്ത്രമില്ല. അപ്പൊ പിന്നെ നമുക്ക് അതിന്റെ അടുത്തൊന്നും പോയി ഒരു സ്ഥലത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് ലൈനിൽ കയറ്റി വിട്ട് നമുക്ക് നമ്മുടേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് ഏകദേശം ഒരു ഫിക്സഡ് ടൈം കഴിയുമ്പോൾ എന്ത് ചെയ്യാം, അതെടുത്ത് മാറ്റാം. പിന്നീട് ഒരു 3-5 തവണ, അല്ലെ 3 മുതൽ 5 തവണ വരെ ഒരു ദിവസം ഈ എക്സ്ചേഞ്ചുകൾ ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. രണ്ടാമത്തത് വരുന്നത് കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് അഥവാ CCPD. മാറിപ്പോരുന്നത് ഒന്നോ CCPD, അതായത് കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. അത് സൈക്ലിക് ആണ്, അല്ലെ? അതിങ്ങനെ ഒരു ചക്രം പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ എന്താണ് അതിന്റെ പ്രത്യേകത? ഇറ്റ് നീഡ്സ് ദ യൂസ് ഓഫ് എ പെർട്ടിക്കുലർ ഡയാലിസിസ് മെഷീൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ. അതാണ് പ്രത്യേകത. അതായത് വീട്ടിൽ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു പ്രത്യേക തരം ഡയാലിസിസ് മെഷീൻ ഈ ഒരു പ്രോസസ്സിന് ആവശ്യമായിട്ട് വരും. ഇതില് മെഷീൻ ആവശ്യമില്ലാത്തത് CAPDക്ക് മാത്രമാണ് കേട്ടോ. അതിന് മെഷീൻ ഒന്നും ആവശ്യമില്ല. പക്ഷെ ബാക്കി 2 എണ്ണത്തിനും മെഷീൻ ആവശ്യമുണ്ട്. അപ്പൊ CCPDക്ക് അകത്ത് എന്ത് ആവശ്യമാണ്? വീട്ടിൽ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു പർട്ടിക്കുലർ ഡയാലിസിസ് മെഷീൻ ആവശ്യമാണ്. This type of dialysis is performed automatically when the patient is sleeping. അതായത് ഇത് പേഷ്യന്റ് ഉറങ്ങുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു ഡയാലിസിസ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇത് CCPD. നേരത്തെ നമ്മൾ എന്താ പോയിന്റ് പറഞ്ഞത്? അതിന് മെഷീൻ ആവശ്യമാണ്. അത് ഉണർന്നിരിക്കുന്ന സമയങ്ങളിലാണ് ചെയ്യുന്നത്. മറ്റേ CCPD എന്ന് പറയുമ്പോൾ അതിന് യന്ത്രം അങ്ങനെ എന്ത് പറഞ്ഞത്? CAPDക്ക് യന്ത്രം ആവശ്യമില്ല, മെഷീൻ ആവശ്യമില്ല. അത് ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ ചെയ്യാം. CCPD എന്ന് പറയുമ്പോൾ അതിന് മെഷീൻ ആവശ്യമാണ്. അത് സാധാരണ സ്ലീപ്പിംഗ് ടൈമിൽ കേട്ടോ, ഉറങ്ങിയിരിക്കുന്ന സമയങ്ങളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നടത്തപ്പെടുന്ന ഒരു ഡയാലിസിസ് ആണ്. വീട്ടിൽ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു മെഷീൻ, അതിന് ഒരു പർട്ടിക്കുലർ മെഷീൻ അതിന് ആവശ്യമാണ്. അടുത്തതാണിത് ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് അഥവാ IPD. എന്ന് വെച്ചാൽ ഇന്റർമിറ്റന്റ്. ഇന്റർമിറ്റന്റ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? ഇടവിട്ട് എന്ന് പറയും. ഇടവിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അവിടെ മൾട്ടിപ്പിൾ എക്സ്ചേഞ്ച് ആവശ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിറച്ച് മാറ്റണം, വീണ്ടും നിറയ്ക്കണം, മാറ്റണം. അതെങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് ഇന്റർമിറ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം, ഇടവിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ എന്താണ് അതിന്റെ പ്രത്യേകത? യൂസസ് ദ സെയിം ടൈപ്പ് ഓഫ് മെഷീൻ ആൻഡ് CCPD. നേരത്തെ നമ്മൾ രണ്ടാമത് പറഞ്ഞില്ലേ, CCPDക്ക് അതിൽ ഉപയോഗിക്കുന്ന അതേപോലത്തെ തന്നെ മെഷീൻ എവിടെയും ആവശ്യമാണ്? IPD എന്ന് പറയുന്ന ഇന്റർമീഡിയറ്റ് പെരിറ്റോണിയൽ ഡയാലിസിസിൽ ആവശ്യമാണ്. എന്താണ് വ്യത്യാസം? ബട്ട് ട്രീറ്റ്മെന്റ്സ് വിൽ ബി ലോങ്ങർ. അതാണ് വ്യത്യാസം. ബട്ട് ട്രീറ്റ്മെന്റ്സ് വിൽ ബി ലോങ്ങർ. ചികിത്സയ്ക്ക് കൂടുതൽ സമയം എടുക്കും. ഈ ചികിത്സ എന്ന് പറയുന്നത് കൂടുതൽ ലെങ്തി ആണ്, കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചികിത്സയാണ്. കാര്യം എന്താണ്? ഇന്റർമീഡിയന്റ് ആണ്, അല്ലെ? ഇടവിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഈ ഫ്ലൂയിഡ് നിറയ്ക്കണം, അത് ഡ്രെയിൻ ചെയ്യണം, ഫ്ലൂയിഡ് നിറയ്ക്കണം, ഡ്രെയിൻ ചെയ്യണം. അത് ഇങ്ങനെ ഇടവിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരുന്നതിനാൽ തന്നെ ഇതിന്റെ ചികിത്സ എന്ന് പറയുന്നത് കുറെ കൂടെ എന്താണ്? ലോങ്ങർ ആണ്, കുറച്ചും കൂടെ
നീളം എടുക്കും കേട്ടോ, നീണ്ടു നിൽക്കും. അത് മനസ്സിലാക്കാം. IPD ക്യാൻ ബി ഡൺ അറ്റ് ഹോം. IPD നമുക്ക് സാധാരണ വീട്ടിൽ ചെയ്യാം, ബട്ട് ഇറ്റ് ഇസ് യൂഷ്വലി ഇൻ ദ ഹോസ്പിറ്റൽ. സാധാരണ പക്ഷെ IPD എവിടെയാണ് ചെയ്യാറ്? ഹോസ്പിറ്റലിലാണ് ചെയ്യാറ്. വീട്ടിൽ ചെയ്യാട്ടോ, വീട്ടിൽ ചെയ്യാൻ സാധിക്കുന്നത് തന്നെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ അധികം ഇവിടെ തന്നെയാണ് ഇത് ചെയ്യുന്നത്, ഹോസ്പിറ്റൽ. കാരണം എന്റെ വീട്ടിൽ ഇങ്ങനെ സൊല്യൂഷൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, കയറ്റി ഇതൊക്കെ ചെയ്യണം, ഡ്രെയിൻ ചെയ്യണം. അപ്പൊ അത്രയാണ് 3 ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ്. അപ്പൊ നമ്മൾ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണെന്ന് മനസ്സിലാക്കി. അത് പ്രധാനമായിട്ടും 3 തരത്തിലാണുള്ളത്. ഒന്ന് CAPD, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. അവിടെ എന്താണ് പോയിന്റ്? ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എ മെഷീൻ. മെഷീൻ ആവശ്യമില്ല. അത് മാത്രമല്ല, ഇത് ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ ഏകദേശം ഒരു 3 to 5 ടൈംസ് എക്സ്ചേഞ്ച് നടത്താം. അതാണ് ഇത് ഉണർന്നിരിക്കുന്ന സമയം, യന്ത്രം ആവശ്യമില്ല, മെഷീൻ ആവശ്യമില്ല എന്നൊക്കെ കേട്ടാൽ അതെന്താണ്? അത് CAPD ആണ്, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. ആംബുലേറ്ററി എന്താണ്? നമുക്ക് സഞ്ചരിക്കാം, നീങ്ങാം, നടക്കാം. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും മെഷീന്റെ ആവശ്യം വരുന്നില്ല. മെഷീനൊക്കെ ഉണ്ടാവുമ്പോഴാണ് അതിന്റെ അടുത്ത് പോയി ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നത്. അതൊന്ന് നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം. ആംബുലേറ്ററി ആണ് കേട്ടോ. രണ്ടാമത്തത് CCPD, അതായത് കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ അതിന് മെഷീൻ ആവശ്യമാണ്. മെഷീൻ ആവശ്യമാണ്. അത് ഉറങ്ങുന്ന സമയങ്ങളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഡയാലിസിസ് ചെയ്യപ്പെടും. അതാണ് CCPD. IPD എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇടവിട്ട് ചെയ്യുന്നതാണ്. മൾട്ടിപ്പിൾ എക്സ്ചേഞ്ചസ് ആണ് അതിനകത്ത് നടക്കുന്നത്. അതിന് CCPDയിൽ ഉപയോഗിക്കുന്ന സെയിം മെഷീൻ അതിന് ആവശ്യമാണ്. മറ്റുള്ളതിൽ നിന്ന് എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IPDക്ക് കൂടുതൽ ലോങ്ങർ ആണ്. അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് വിൽ ബി ലോങ്ങർ. അതിന്റെ ട്രീറ്റ്മെന്റ് കുറെ കൂടെ ലോങ്ങർ ആയിരിക്കും. കാര്യം ഇന്റർമീഡിയറ്റ് ആണ്, ഇടവിട്ട് ചെയ്യണം. അപ്പൊ അതിന്റെ ചികിത്സ കുറച്ചും കൂടെ ലോങ്ങർ ആയിരിക്കും. ഇത്രയും പോയിന്റ്സുകൾ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ CAPD എന്താണ്, അതിന്റെ ഫുൾ ഫോം അറിയാം. CCPD എന്താണ്, അതിന്റെ ഫുൾ ഫോം അറിയാം. IPD എന്താണെന്നും അറിയാം. ഇതിൽ ഏറ്റവും നമുക്ക് കേട്ടിട്ട് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത് CAPD ആണ് അല്ലെ. കാര്യം മെഷീനും ഒന്നും ആവശ്യമില്ല, നമുക്ക് കുറെ കൂടെ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പൊതുവെ പെരിറ്റോണിയൽ ഡയാലിസിസ് വീടിനകത്ത് ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് കേട്ടോ. ഹോസ്പിറ്റലിലൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ IPDക്ക് വേണ്ടി വരും കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ അതിനകത്ത്. അപ്പൊ നമ്മൾ 2 ഡയാലിസിസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഹീമോഡയാലിസിസ് എന്താണെന്നും പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണെന്നും നമുക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത നമുക്ക് വായിക്കാം. ദ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് നീഡഡ്. എന്താണ് എക്സ്ചേഞ്ച്? എക്സ്ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല. അതായത് നമ്മൾ ഈ ഒരു ഫ്ലൂയിഡ് ഉണ്ടല്ലോ, ഡയാലിസേറ്റ് എന്ന് പറയുന്ന ഫ്ലൂയിഡ് നമ്മൾ ഈ പെരിറ്റോണിയൽ ക്യാവിറ്റിയിലേക്ക് നിറയ്ക്കുന്നതും ഡ്രെയിൻ ചെയ്യുന്നതുമായിട്ടുള്ള ആ ഒരു പ്രോസസ്സ്, അതിനെയാണ് നമ്മളിവിടെ എക്സ്ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്ലൂയിഡ് നിറയ്ക്കണം, കുറച്ച് സമയം കഴിയുമ്പോൾ അത് വേസ്റ്റ് ഒക്കെ എടുത്ത് ഒരു നിശ്ചിത മണിക്കൂറുകൾ കഴിയുമ്പോൾ അതെടുത്ത് ഡ്രെയിൻ ചെയ്ത് കളയണം, എടുത്തത് കളയണം. അതിനെയാണ് അവിടെ എക്സ്ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് എത്ര പ്രാവശ്യം ചെയ്യണം? ചിലപ്പോൾ ദിവസത്തിൽ ഒരു 3-4 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേക്കാം കേട്ടോ. അതാണ് അവിടെ എക്സ്ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് നീഡഡ്, ഡ്യൂറേഷൻ ഓഫ് ഈച്ച് ട്രീറ്റ്മെന്റ്, അതിനെയാണ് നമ്മൾ ആൾസോ നോൺ ആസ് ആൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. എക്സ്ചേഞ്ച് മനസ്സിലായല്ലോ. ഡ്യൂറേഷൻ ഓഫ് ഈച്ച് ട്രീറ്റ്മെന്റ്, ഒരു ട്രീറ്റ്മെന്റിന്റെ ഡ്യൂറേഷൻ. ഫ്ലൂയിഡ് നിറയ്ക്കുന്നു, അത് ഡ്രെയിൻ ചെയ്യുന്നു, അതൊറ്റ പ്രോസസ്സ്. പിന്നെ വീണ്ടും ഇതേ കാര്യം തന്നെ നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് അവിടെ എക്സ്ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ വായിക്കാം. ദ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് നീഡഡ്, duration of each treatment also known as an exchange, and the number of treatments per day will differ relying on the type of PD you are using and your medical condition. അപ്പൊ നമ്മൾ 3 തരത്തിലുള്ള പെരിറ്റോണിയൽ ഡയാലിസിസ് പഠിച്ചു അല്ലെ. അപ്പൊ ഈ 3 തരത്തില് നമുക്ക് ഈ പറയുന്ന ഓരോ എന്തെല്ലാം എക്യുപ്മെന്റ്സ് നമുക്ക് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ഓരോ ട്രീറ്റ്മെന്റിന് എടുക്കുന്ന സമയം അല്ലെ, എക്സ്ചേഞ്ച് എത്ര പ്രാവശ്യം ചെയ്യണം, എത്ര പ്രാവശ്യം ഒരു ദിവസം ഈ ട്രീറ്റ്മെന്റുകൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്തിനെ ആശ്രയിച്ച് ഇരിക്കും? ഈ പറയുന്ന ഏത് തരത്തിലുള്ള പെരിറ്റോണിയൽ ഡയാലിസിസ് ആണോ രോഗി ചെയ്യുന്നത് അതിനെ റിലേ ചെയ്തുകൊണ്ടിരിക്കുക. റിലേ എന്ന് വെച്ചാൽ ഡിപ്പെൻഡ് ചെയ്യാൻ, ആശ്രയിച്ചിരിക്കും. ഏത് PD ആണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്? CAPD ആണോ അതോ CCPD ആണോ ഇനി അത് IPD ആണോ എന്നതിനെ ആശ്രയിച്ചുകൊണ്ടാണ് എന്തൊക്കെ എക്യുപ്മെന്റ്സ് വേണം, എത്ര തവണ അത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇതിനെ ആശ്രയിച്ചിരിക്കും. അത് മാത്രമല്ല ആൻഡ് യുവർ മെഡിക്കൽ കണ്ടീഷൻ, അവരുടെ ആ രോഗിയുടെ മെഡിക്കൽ കണ്ടീഷനെയും കൂടെ അനുസരിച്ചിരിക്കും. അതായത് ഒരു രോഗിയുടെ മെഡിക്കൽ കണ്ടീഷനെയും അതുപോലെ ഏത് തരത്തിലുള്ള PD, ഏത് തരത്തിലുള്ള പെരിറ്റോണിയൽ ഡയാലിസിസ് ആണോ അവർ തെരഞ്ഞെടുത്തിരിക്കുന്നത്, ഈ 2 കാര്യങ്ങളും ആശ്രയിച്ചുകൊണ്ടാണ് എന്തൊക്കെ എക്യുപ്മെന്റ്സ് വേണം അല്ലെങ്കിൽ എത്ര തവണ എക്സ്ചേഞ്ച് വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. മനസ്സിലായോ?
അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെന്താണ്, നോർമലി ദിസ് പ്രോസസ് ടേക്സ് എ ഫ്യൂ അവേഴ്സ്. സാധാരണ ഈ ഒരു പ്രോസസ്സിന് കുറച്ച് മണിക്കൂറുകൾ മതി കേട്ടോ. ആൻഡ് റിക്വയർഡ് ടു ബി റിപ്പീറ്റഡ് 4 to 6 times per day. സാധാരണ ഒരു നാലോ ആറോ പ്രാവശ്യമൊക്കെ ഇത് ആവർത്തിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. പെർ ഡേ എന്നിട്ട് പറയുന്നത്, ഒരു ദിവസത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഒരു ദിവസം ചിലപ്പോൾ 4 or 6 പ്രാവശ്യം ഇത് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ത് പെരിറ്റോണിയൽ ഡയാലിസിസ്. അതിന്റെ ഒരു പിക്ചർ ആണ് അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. ക്ലിയർ ആണ്? അപ്പൊ 2 ഡയാലിസിസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഹീമോ ഡയാലിസിസും പെരിറ്റോണിയൽ ഡയാലിസിസും. ഇനി അടുത്തത് മൂന്നാമത്തെ, ഞാൻ പറഞ്ഞത് ഡയാലിസിസ് 2 തരത്തിലാണെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെ. ഹീമോ ഡയാലിസിസ് ഉണ്ട്, പെരിറ്റോണിയൽ ഡയാലിസിസ് ഉണ്ട്. ഇവിടെ ഒരു 3 എന്നുള്ള രീതിയിലാണ് ഇവിടെ എന്ത് കൊടുത്തിരിക്കുന്നത്, മൂന്നാമതൊരു ഡയാലിസിസ് കൊടുത്തിട്ടുണ്ട്. അത് മൂന്നാമത്തെ ടൈപ്പ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ഹീമോ ഡയാലിസിസ് തന്നെയാണ്, ഒരു ടൈപ്പ് ഓഫ് ഹീമോ ഡയാലിസിസ് ആണെന്ന് മാത്രമുള്ള ഒരു വ്യത്യാസമുള്ളൂ കേട്ടോ. മൂന്നാമത്തെ ആണ് എന്ത്, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി അഥവാ CRRT. എന്താണ്? കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി അഥവാ CRRT. ഇതിൽ ഒത്തിരി ഷോർട്ട് ഫോംസുകൾ നമ്മൾ പഠിച്ചു കേട്ടോ തുടക്കം തൊട്ട്, മറന്നു പോകരുത് കേട്ടോ. ARF ഓർമ്മയില്ലേ, അതായത് അക്യൂട്ട് റീനൽ ഫെയിലിയർ. AKA ഓർമ്മയുണ്ടല്ലോ, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. ESKD എന്ത് സ്റ്റേജ്, കിഡ്നി ഡിസീസ്. അങ്ങനെയൊക്കെ ഒത്തിരി. പിന്നെ ഈ പറയുന്ന CAPD, CCPD, പിന്നെന്താണ് IPD, HD, PD, ഇങ്ങനെയൊക്കെ ഒത്തിരി ഷോർട്ട് ഫോംസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഇതായി പോകുന്നത്, തിരിഞ്ഞു പറഞ്ഞൊന്നും പോകരുതേ, എല്ലാം മനസ്സിലുണ്ടാവണം. അപ്പൊ മൂന്നാമത്തെയാണ് എന്ത്, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി അഥവാ CRRT, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് മൂന്നാമത്തെ ടൈപ്പ് ഡയാലിസിസ് ആണോ എന്ന് വിചാരിക്കും. മൂന്നാമത്തെ ടൈപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാര്യം ഇത് ഹീമോ ഡയാലിസിസിന്റെ തന്നെ വേറൊരു വേർഷൻ ആണ് കേട്ടോ. ഹീമോ ഡയാലിസിസ് തന്നെയാണ്, അതിന്റെ വേറൊരു ടൈപ്പ് ആണെന്ന് മാത്രം. അതുകൊണ്ടാണ് ഒരു ഞാൻ പറയുന്ന ഒരു മൂന്നാമത്തെ തരം എന്നൊന്നും ഞാൻ പറയാത്തത്. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഹീമോ ഡയാലിസിസും പെരിറ്റോണിയൽ ഡയാലിസിസും. അതിൽ ഹീമോ ഡയാലിസിസിന്റെ തന്നെ വേറിട്ട രീതിയാണ് CRRT എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ മൂന്നാമത്തെ പോലെയാണ് കൊടുത്തേക്കുന്നത്, C ആയിട്ടാണ് അവർ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കിയ കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി അഥവാ CRRT. ഇതിനെ വേറൊരു പേരും കൂടെ പറയും. എന്താണെന്ന് അറിയാമോ? ഹീമോ ഫിൽട്രേഷൻ. എന്താണ് പറയാ? ഹീമോ ഫിൽട്രേഷൻ. മനസ്സിലായല്ലോ? CRRTനെ കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്നും പറയും. മറ്റൊരു പേരാണ് ഹീമോ ഫിൽട്രേഷൻ. എന്താണ് ഹീമോ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാല് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് ഒരു ടൈപ്പ് ഓഫ് ഹീമോ ഡയാലിസിസ് തന്നെയാണ് കേട്ടോ. അതായത് ഒരു വേറിട്ട രീതിയിലുള്ള ഒരു ഹീമോ ഡയാലിസിസ് ആണ് ഇത്. പക്ഷെ ആർക്കാണ് കൊടുക്കുന്നതെന്ന് അറിയാമോ? ഇന്റൻസീവ് കെയർ യൂണിറ്റിലുള്ള പേഷ്യൻസിന്, അതായത് ICU പേഷ്യൻസിന്. ICU പേഷ്യൻസ് നമ്മൾ ICU പഠിച്ചതാണ് അല്ലെ. ICU പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, വളരെ സിവിയർ ആയിട്ടുള്ള, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള രോഗികൾക്ക് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് എന്ന് പറയുന്നത് CRRT അഥവാ ഹീമോ ഫിൽട്രേഷൻ. മനസ്സിലായല്ലോ? അതായത് നമ്മുടെ ICUവിലുള്ള രോഗികൾക്ക്, ICUവിലുള്ള രോഗികൾ എന്ന് പറഞ്ഞാൽ വളരെ സിവിയർ ആയിട്ടുള്ള, വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിലുള്ള രോഗികൾക്ക് പെട്ടെന്നുണ്ടാകുന്ന വൃക്കസ്തംഭനം. പെട്ടെന്നുണ്ടാകുന്ന വൃക്കസ്തംഭനത്തിന് നമ്മൾ എന്താ പറയാ? AKI എന്നാണ് പറയാ. അതായത് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്നാണ് പറയാ. അങ്ങനെ വൃക്കസ്തംഭനം സംഭവിച്ചിട്ടുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഡയാലിസിസ് ആണ്, ഒരു ടൈപ്പ് ഓഫ് ഹീമോ ഡയാലിസിസ് ആണ് CRRT അഥവാ ഹീമോ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. എന്നോട് പറയാണ്, ഹീമോ ഫിൽട്രേഷൻ അഥവാ CRRT എന്ന് പറയുന്നത് ICU പേഷ്യൻസിന്, ICUവിലുള്ള വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള, വളരെ സിവിയർ ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന ഒരു നൂതന രീതിയിലുള്ള ഡയാലിസിസ് ആണ്. ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു ഡയാലിസിസ് ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബോഡിക്ക് റെഗുലർ ഡയാലിസിസ് ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് ഉണ്ടാവില്ല. മനസ്സിലായോ? ICU ആണ്, സിവിയർ ആണ്. അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു റെഗുലർ ഡയാലിസിസ് ടോളറേറ്റ് ചെയ്യാനായിട്ട് അവരുടെ ബോഡിക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇങ്ങനെ ഒരു തരത്തിൽ ഡയാലിസിസ് കൊടുക്കാനേ പറ്റുള്ളൂ. ഹീമോ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ക്രിട്ടിക്കൽ ആയിട്ടുള്ള രോഗികളാണ്. അത് മാത്രമല്ല ആ രോഗികൾക്ക് മൾട്ടിപ്പിൾ ആയിട്ട് വേറെ പല അസുഖങ്ങളുണ്ടാവും.
മൾട്ടിപ്പിൾ ആയിട്ട് വേറെ പല അസുഖങ്ങളുണ്ടാവും. ഇപ്പൊ ഈ പറയുന്ന ഇൻഫെക്ഷൻസ്, ബ്ലഡിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ ഇപ്പൊ എലിപ്പനി, ഡെങ്കിപ്പനി അങ്ങനെയൊക്കെ അതുമൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ ഇപ്പൊ ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റോ അങ്ങനെയൊക്കെ സംഭവിച്ച ആളുകൾ, കാർഡിയാക് അറസ്റ്റിൽ നിന്ന് റിവൈവ് ചെയ്തിട്ടുള്ള റിലീവായി വന്നിട്ടുള്ള ആളുകളും ആവാം കേട്ടോ. പിന്നെ ലിവർ ഫെയിലിയർ, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ എന്താണ് കിഡ്നിയുടെ പ്രവർത്തനം ഷട്ട് ഡൗൺ ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഒരു നൂതന രീതിയിലുള്ള ഡയാലിസിസ് ആണ് ഹീമോഫിൽട്രേഷൻ അഥവാ CRRT എന്ന് പറയുന്നത്. അത് കുറെ കൂടെ നൂതനമായിട്ടുള്ളതാണ്. എല്ലാ ഹോസ്പിറ്റലുകളിലും അത് അവൈലബിൾ അല്ല. വളരെ ചുരുക്കം ചില ഹോസ്പിറ്റലിൽ മാത്രമാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഡയാലിസിസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ഡയാലിസിസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ട്യൂബ് ഉണ്ടാവും, മനസ്സിലായോ? അവിടെ നമ്മൾ ഡയാലിസിസ് മെഷീൻ പറയും, ഹീമോ ഡയാലിസിസ് പോലെ തന്നെ ഇതിനകത്തും എന്താണ് ബ്ലഡ് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ, ബ്ലഡ് വെളിയിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ഒരു ട്യൂബ് ഉണ്ട്, ഒരു ട്യൂബ്. ആ ട്യൂബിന് നമ്മൾ എന്താ പറയാ, ഒരു സെറ്റ് ഓഫ് ട്യൂബ് ഉണ്ട് അതിനകത്തൊരു ഫിൽറ്റർ ഉണ്ടായിരിക്കും. ഈ ഫിൽറ്ററിലൂടെ ബ്ലഡിനെ കടത്തി വിട്ടിട്ട് പ്യൂരിഫൈ ചെയ്യുമല്ലോ. പ്യൂരിഫൈ ചെയ്ത് വരുന്ന ബ്ലഡിനെ ഒരു റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് കൂടെ ആഡ് ചെയ്തിട്ടാണ് ശരീരത്തിനകത്തേക്ക് തിരിച്ചങ്ങ് കയറ്റി വിടുന്നത്. മനസ്സിലായല്ലോ? അതായത് ഇതിനകത്തൊരു ട്യൂബ് ഉണ്ട്, ആ ഒരു ട്യൂബിലൂടെയാണ് ബ്ലഡിനെ പാസ് ചെയ്യുന്നത്. ആ ട്യൂബിനകത്തൊരു ഫിൽറ്റർ ഉണ്ട്. ഈ ഫിൽറ്ററിലൂടെ ബ്ലഡ് പാസ് ചെയ്യുമ്പോൾ ബ്ലഡ് പ്യൂരിഫൈഡ് ആവും, ഫിൽറ്റർ ആവും. എന്നിട്ട് ഫിൽറ്റർ ചെയ്ത് വരുന്ന ബ്ലഡ് ഉണ്ടല്ലോ, പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡ്, അതിനകത്തൊരു റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡും കൂടെ മിക്സ് ചെയ്യും, ആഡ് ചെയ്യും. എന്നിട്ടാണ് തിരിച്ചു ബോഡിയിലേക്ക് കയറ്റി വിടുന്നത്. ഇങ്ങനൊരു സംഭവമാണ് CRRT അഥവാ ഹീമോഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടാണ് ശരീരത്തിനകത്തേക്ക് കയറ്റിവിടുന്നതെന്ന് പറഞ്ഞു. എന്തിനാണ് ഈ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന പിന്നെ വേറൊരു പോയിന്റ് കൂടെ പറയട്ടെ. ഹീമോഫിൽട്രേഷൻ എന്ന് പറഞ്ഞാല് 24 hour ഡയാലിസിസ് ആണ് കേട്ടോ. 24 മണിക്കൂറിൽ ചെയ്യുന്ന ഡയാലിസിസ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, വളരെ സിവിയർ ആയിട്ടുള്ള പേഷ്യൻസ് ആണ്, അവർക്കൊരു റെഗുലർ ഡയാലിസിസ് ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. അപ്പൊ അവരെ എന്താണ് വളരെ സ്ലോ ആയിട്ട്, വളരെ കണ്ടിന്യൂസ് ആയിട്ട്, ഭയങ്കര സ്ലോ ആയിട്ടുമാണ് ഈ ഒരു ഡയാലിസിസ് പ്രോസസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു 24 hour ഡയാലിസിസ് ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ 24 hour കണ്ടിന്യൂസ് ആയിട്ട് സ്ലോ ആയിട്ട് ഇങ്ങനെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന ബ്ലഡ് പ്രഷർ വാരിയേഷൻ വരാം, അതുപോലെ തന്നെ ഫ്ലൂയിഡിന്റെ ഇംബാലൻസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത് റീപ്ലേസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് മിക്സ് ചെയ്തിട്ട് ശരീരത്തിനകത്തേക്ക് കയറ്റി വിടുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതായത് ഇതിനകത്തൊരു ട്യൂബ് ഉണ്ട്, ആ ട്യൂബിനകത്തൊരു ഫിൽറ്റർ ഉണ്ട്, ആ ഫിൽറ്ററിൽ കൂടെ ഇങ്ങനെ ബ്ലഡ് പാസ് ചെയ്യും. ബ്ലഡ് പാസ് ചെയ്തിട്ട് ഫിൽറ്റർ ആയിട്ട് വരും. അപ്പോൾ പ്യൂരിഫൈ ചെയ്ത് ബ്ലഡ് പുറത്തോട്ട് വരുമല്ലോ. എന്നിട്ട് ആ ബ്ലഡിനകത്ത് ഒരു റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് കൂടെ മിക്സ് ചെയ്യും. എന്നിട്ടാണ് ശരീരത്തിനകത്തേക്ക് കയറ്റി വിടുന്നത്. ഹീമോ ഡയാലിസിസ് പോലെ തന്നെ ഇവിടെ എന്താണ് ബ്ലഡ് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശമാണ് ഞാൻ പറഞ്ഞത്. കാര്യം കണ്ടിന്യൂസ് ഡയാലിസിസ് ആണ്, 24 hour ഡയാലിസിസ് ആണ്. ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് രോഗിക്ക് BP വാരിയേഷൻ വരാം, അതുപോലെ തന്നെ ഫ്ലൂയിഡ് ഇംബാലൻസസ് ഒക്കെ വരാനുള്ള വളരെയധികം സാധ്യതകളുണ്ട്. അപ്പൊ അതിനൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, റിട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് അടക്കം ശരീരത്തിനകത്തേക്ക് കയറ്റി വിടുന്നത്. മനസ്സിലായി? അതാണ് ഒരു ചെറിയ വ്യത്യാസം വരുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ ഇതിൽ പഠിച്ചു വെക്കേണ്ട പോയിന്റ്, CRRTയുടെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെക്കണം. അത് എന്താണെന്നുള്ളത്, അതിന് ഹീമോഫിൽട്രേഷൻ എന്നൊരു പേരും കൂടെ പറയും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് 24 hour ഡയാലിസിസ് ആണ്. പിന്നെ ഇത് ആർക്കാണ് കൊടുക്കുന്നത്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ICU പേഷ്യൻസിനാണ് ഇത് കൊടുക്കുന്നത്. ICU പേഷ്യൻസിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള വൃക്കസ്തംഭനം സംഭവിച്ചിട്ടുള്ള രോഗികൾക്ക് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഹീമോ ഡയാലിസിസ് തന്നെയാണ് ഈ പറയുന്ന CRRT. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്കൊന്ന് വായിക്കാം. ദിസ് തെറാപ്പി ഈസ് യൂസ്ഡ് മെയിൻലി ഇൻ ദ intensive care unit for people with a severe kidney failure. മനസ്സിലായില്ല? അതാണ് കേട്ടോ പോയിന്റ്. തെറാപ്പീസ് യൂസ്ഡ് മെയിൻലി ഇൻ ദ ആർക്കാണ് കൊടുക്കുന്നത്? ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഫോർ ദ പീപ്പിൾ വിത്ത് സിവിയർ കിഡ്നി ഫെയിലിയർ. അതായത് വളരെ സിവിയർ ആയിട്ടുള്ള കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ഇന്റൻസീവ് കെയർ യൂണിറ്റുള്ള പേഷ്യൻസിനാണ് ഈ ഒരു രീതിയിലുള്ള ഡയാലിസിസ് കൊടുക്കുന്നത്. മോസ്റ്റ് മോഡേൺ ഡയാലിസിസ് ആണ്, നൂതനമായിട്ടുള്ള ഡയാലിസിസ് ആണ്. എല്ലാ ഹോസ്പിറ്റലിലും ഒന്നും ഇത് അവൈലബിൾ അല്ല കേട്ടോ. ഇറ്റ്സ് ആൾസോ നോൺ ആസ് എ ഹീമോഫിൽട്രേഷൻ. പേര് പഠിച്ചു വെക്കണേ, ഹീമോഫിൽട്രേഷൻ എന്ന പേരും രണ്ടും തരും. എന്നിട്ട് ഏതാണെന്ന് വെച്ചാൽ രണ്ടും വ്യത്യസ്തമാണെന്നൊന്നും വിചാരിച്ചു വെക്കരുത്, രണ്ടും ഒന്ന് തന്നെയാണ്. ഹീമോഫിൽട്രേഷൻ എന്നൊരു പേരും കൂടെ ഇതിനുണ്ട്. A machine passes the blood through a tube. കേട്ടോ, ഒരു മെഷീൻ ഉണ്ട്, മെഷീൻ ഒരു ട്യൂബ് ആണ്. ആ ട്യൂബിലൂടെ മെഷീന്റെ സഹായത്തോടെ ബ്ലഡ് പാസ് ചെയ്യാണ് ചെയ്യുന്നത്.
അപ്പോൾ ഫിൽറ്റർ തന്നെ എലിമിനേറ്റ്സ് ദ വേസ്റ്റ് പ്രോഡക്റ്റ് ആൻഡ് വാട്ടർ. ഈ ട്യൂബിനകത്ത് ഒരു ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്റർ എന്ത് ചെയ്യും? എലിമിനേറ്റ്സ് ദ വേസ്റ്റ് പ്രോഡക്റ്റ് ആൻഡ് വാട്ടർ. വേസ്റ്റ് പ്രോഡക്റ്റും വാട്ടറിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യും. എന്നിട്ടോ ദ ബ്ലഡ് ഈസ് റിട്ടേൺഡ് ടു ദ ബോഡി ടുഗെദർ വിത്ത് റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ്. എന്നിട്ട് പ്യൂരിഫൈ ചെയ്തിട്ടുള്ള ഫിൽറ്റേർഡ് ആയിട്ടുള്ള ബ്ലഡിന് ഒരു റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡിന്റെ ഒപ്പം അല്ലെങ്കിൽ ഒരു റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡും കൂടെ മിക്സ് ചെയ്തിട്ട് ശരീരത്തിനകത്തേക്ക് കയറ്റിവിടും. ഞാൻ പറഞ്ഞു റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡിന്റെ പർപ്പസ് മറ്റൊന്നുമല്ല, ഈ കണ്ടിന്യൂസ് ആയിട്ട് ഡയാലിസിസ് 24 hour ഡയാലിസിസ് ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ BP വാരിയേഷൻ, മറ്റ് ലവണങ്ങളുടെ ഇംബാലൻസസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതിനെ റീസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് മിക്സ് ചെയ്ത് ശരീരത്തിനകത്തേക്ക് കയറ്റിവിടുന്നത്. This procedure is discharged 12 to 24 hours a day, normally every day. അതായത് എല്ലാ ദിവസവും 24 hour ആണ് അല്ലെ, എല്ലാ ദിവസവും ഈ ഒരു ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. വളരെ സ്ലോ ആയിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നൂതന രീതിയിലുള്ള ഒരു ഡയാലിസിസ് ആണ്. ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിസ് പോലെ തന്നെയാണ് കേട്ടോ. അതിനകത്തും വെളിയിലേക്ക് ബ്ലഡ് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇതൊരു ട്യൂബിലൂടെയാണ് പാസ് ചെയ്യുന്നത്. പിന്നെ എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ശരീരത്തിനകത്തേക്ക് കയറ്റിവിടുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക് ടൈപ്സ് ഓഫ് ഡയാലിസിസ് എന്തൊക്കെയാണുള്ളത്? ഹീമോഡയാലിസിസും പെരിറ്റോണിയൽ ഡയാലിസിസും. ഹീമോഡയാലിസിസിന്റെ തന്നെ വേറൊരു രീതിയാണ് CRRT. ഇനി കൺഫ്യൂഷൻ ആവരുതിട്ട്, നിങ്ങൾ വായിച്ചു നോക്കണം. ഞാനിത് വീണ്ടും പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചില കാര്യങ്ങൾ നമുക്ക് വായിച്ച് മനസ്സിൽ നിൽക്കും, അങ്ങനെ വായിച്ചു പോവാവുന്ന കാര്യങ്ങൾ. ചില ടേംസുകള്, ഫുൾ ഫോമുകളൊക്കെ പരീക്ഷയുടെ സമയമാകുമ്പോൾ തലയിൽ കൂടെ ആകെപ്പാട് ഒരു പുക പോലെ ആയിരിക്കും നമുക്ക് തോന്നുക. അപ്പൊ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണ് അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ്സ്. നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവിടെ വരെ ഉള്ളൂ കേട്ടോ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് വായിച്ചു പോകാവുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ്സ്? എക്സാം എപ്പോഴാണ് ഉണ്ടാവുന്ന? സെക്കൻഡ് മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സും കൂടെ തീർന്നു കഴിയുമ്പോൾ ഉണ്ടാവും കേട്ടോ. എക്സാം ഉണ്ടാവും. ഫസ്റ്റും സെക്കൻഡിലും എക്സാം നിങ്ങൾക്ക് വരും കേട്ടോ. ഏകദേശം തീർന്നു കഴിഞ്ഞാൽ അധികം വൈകാതെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ല, ഡേറ്റ് അവർ പറയും കേട്ടോ. അപ്പൊ അതിന് മുമ്പ് നമ്മുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാറുണ്ട്. അപ്പോ അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ്സ്. എന്തൊക്കെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ പിന്നെ നേരത്തെ അറിയിക്കും കേട്ടോ. ഫൈനൽ എക്സാം അല്ല, ഇനി നമുക്ക് 6 മാസത്തെ കോഴ്സ് അല്ലേ, നിങ്ങൾക്ക് 3rd ഉം 4th ഉം കൂടെ പഠിക്കണം, എന്നാലാണ് കോഴ്സ് കംപ്ലീറ്റ് ആവുന്നത്. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് 1-2 മൊഡ്യൂളാണ്. അത് കഴിഞ്ഞിട്ട് ഒരു എക്സാം വരും. എന്നിട്ട് 3rd ഉം 4th ഉം കൂടെ നമ്മൾ പഠിക്കണം. എന്നിട്ടൊക്കെയാണ് ലാസ്റ്റ് ഫൈനൽ എക്സാം കേട്ടോ. ആ സ്റ്റഡി ലീവ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഒരു 6 മാസം വേണമല്ലോ നമുക്ക്. ഓക്കെ, അപ്പൊ നോക്കുക. The following steps can help increase the effectiveness of your dialysis treatments. നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. അതായത് താഴെ പറയുന്ന ചില കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത് ഈ പറയുന്ന ഡയാലിസിസിന്റെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. ഈ ഒരു ഹെഡിങ് കൊടുത്തേക്കുന്ന അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. ആ ഒരു ഹെഡിങ് അതിന് ആപ്റ്റൊന്നുമല്ല. അതായത് വേറെ ഒന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡയാലിസിസ് നല്ല രീതിയിൽ മെച്ചപ്പെട്ടതാക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ ഒരു ഇഫക്റ്റീവ്നെസ്സിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ഫോളോ ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ഒരു ഡയാലിസിസ് പേഷ്യന്റ് എന്തെല്ലാം കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് പറയാം. കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ് ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾ. അതായത് ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള ആ ഒരു എന്താ പറയാ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഷെഡ്യൂള് പ്രകാരം ട്രീറ്റ്മെന്റ്സ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യണം. ആര് കംപ്ലീറ്റ് ചെയ്യണം? ഡയാലിസിസ് പേഷ്യന്റ് കംപ്ലീറ്റ് ചെയ്യണം. കാരണം ഡോക്ടർ പറയില്ല ഇപ്പൊ ഇന്ന വീക്കിൽ ഇത്ര തവണ ഡയാലിസിസ് ചെയ്യണം. അപ്പൊ ആ ഓരോ ഡയാലിസിസ് സെഷൻസും യാതൊരു തരത്തിലും മിസ്സാവാതെ കൃത്യമായിട്ട് ആ ഒരു ഷെഡ്യൂൾ ചെയ്ത പ്രകാരം തന്നെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് അവോയ്ഡ് ദ കസ്റ്റമൈസ്ഡ് ഈറ്റിംഗ് പ്ലാൻ റെക്കമെൻഡഡ് ബൈ ദ ഡയറ്റീഷ്യൻ. അതായത് ഡയറ്റീഷ്യൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള എന്താണ് ഭക്ഷണക്രമം പാലിക്കുക. നമ്മള് ഡയറ്ററി സർവീസ് പറഞ്ഞപ്പോ നമ്മൾ റീനൽ ഡയറ്റ് എന്ന് പറഞ്ഞ് പ്രത്യേകം എടുത്തു പഠിച്ചിരുന്നു അല്ലെ. വൃക്ക സംബന്ധമായിട്ടുള്ള രോഗികൾക്ക് കൊടുക്കുന്ന ഒരു ഭക്ഷണക്രമമുണ്ട് റീനൽ ഡയറ്റ്. അപ്പൊ അവർക്കുണ്ട് അങ്ങനെ ഒരു ഡയറ്റ് കേട്ടോ. അത്തരത്തിലുള്ള റീനൽ ഡയറ്റ് ഡയറ്റീഷ്യൻ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ഭക്ഷണക്രമം പാലിക്കും. നമുക്കറിയാതെ റീനൽ ഡയറ്റ് ആണെന്നുള്ളത്, അത് പാലിക്കുക. പിന്നെ എന്താണ്? ഗെറ്റ് ആസ് മച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി ആസ് പോസിബിൾ
ടു ഇംപ്രൂവ് യുവർ സ്ട്രെങ്ത് ആൻഡ് ഹാർട്ട് ഹെൽത്ത്. അതായത് നമ്മുടെ ഒരു സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ഹാർട്ടിന്റെ ഹെൽത്ത്, ഹൃദയാരോഗ്യമൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ശാരീരിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ ചെയ്യുക. ഡയാലിസിസ് പേഷ്യന്റ് ആണെന്ന് പറഞ്ഞ് അവർ അനങ്ങാതിരിക്കുകയല്ല ചെയ്യുന്നത്. ഡോക്ടർ പറയും, ഡോക്ടറുടെ നിർദ്ദേശാനുസരണം അവർക്ക് എന്ത് വേണം, കുറെ കൂടി സ്ട്രെങ്ത് ആണ് അല്ലെ. ഈ പറയുന്ന AV ഫിസ്റ്റുല ചെയ്യുമ്പോൾ, AV ഗ്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ വെയിനൊക്കെ സ്ട്രെങ്ത് വരണം അല്ലെ. അത്യാവശ്യം സ്ട്രെങ്ത്തും ഒരു ഹെൽത്തി ആയിട്ട് അവർ ഇരിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ സ്ട്രെങ്ത്തിനും അതുപോലെ തന്നെ അവരുടെ ഹൃദയാരോഗ്യമൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ശാരീരിക ക്രമങ്ങൾ അല്ലെങ്കിൽ ശാരീരിക പ്രവർത്തനങ്ങളൊക്കെ അവര് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവർക്ക് പ്രത്യേക തരത്തിലുള്ള എക്സർസൈസും കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടും. അതൊക്കെ അവര് ഫോളോ ചെയ്ത് പോകണം കേട്ടോ. അടുത്ത പോയിന്റ്, communicate with the dialysis provider and pharmacist about any medications, supplements or herbal products you are taking or are considering starting. അതായത് നിങ്ങൾ നിലവിൽ എടുക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതോ ആയിട്ടുള്ള ചില മെഡിക്കേഷൻസ് അല്ലെ, മെഡിസിൻസ് ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സപ്ലിമെന്റ്സോ ഹെർബൽ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഔഷധ മരുന്നുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഡയാലിസിസ് പ്രൊവൈഡർ ആയിട്ടും ഫാർമസിസ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അല്ലാണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. അവരങ്ങനെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് അവരെടുക്കുന്ന മെഡിസിൻസ് അല്ലെങ്കിൽ അവർ ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്ന മെഡിസിൻസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ അവരുടെ ഡയാലിസിസ് പ്രൊവൈഡർ ആയിട്ടും ഈ പറയുന്ന ഫാർമസിസ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ്, ടോക്ക് വിത്ത് ഡയാലിസിസ് ടീം about any anxiety or side effects that you may have. അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന ഡയാലിസിസിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഉത്കണ്ഠയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ പറയുന്ന ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിക്കണം, അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാര്യം നമുക്കറിയാം, നമ്മൾ ഡയാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിൽ പലവിധ മാറ്റങ്ങളൊക്കെ വരും അല്ലെ. ഈ AV ഫിസ്റ്റുല ഗ്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ മെന്റലി നമ്മൾക്ക് കുറെ മാറ്റങ്ങൾ വരും, അതിനനുസരിച്ച് ശാരീരികമായിട്ടും പല മാറ്റങ്ങൾ വരും. അതൊക്കെ നമുക്ക് പലതരത്തിലുള്ള ആൻസൈറ്റി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആ ഒരു ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിച്ച് ഓക്കെ ആക്കാം. മനസ്സിലായോ? ഇതൊക്കെയാണ് ഒരു നല്ല രീതിയിൽ ഡയാലിസിസ് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് കേട്ടോ. അത്രയല്ലേ ഉള്ളൂ പോയിന്റ്സ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഞാൻ ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്ത് പറയാണ്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണെന്നാണ്. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ്സ് ആണ് കേട്ടോ പറയുന്നത്. ഹീമോ ഡയാലിസിസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ രക്തം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. എന്താണ് പെരിറ്റോണിയം എന്ന് പറഞ്ഞാല് നമ്മുടെ അബ്ഡോമനിലുള്ള അവയവങ്ങളെ ആവരണം ചെയ്യുന്ന ഒരു സ്ലൈറ്റ് മെംബ്രെയിൻ ആണ് പെരിറ്റോണിയം എന്ന് പറയുന്നത്. പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ പ്രൊസീജിയർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു കത്തീറ്റർ ഘടിപ്പിച്ചിട്ട് അതിലൂടെ ഡയാലിസേറ്റ് എന്ന് പറയുന്ന ഒരു ലായനി നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഡയാലിസേറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ഇറ്റ് ഇസ് എ ക്ലെൻസിങ് ഫ്ലൂയിഡ്. എന്താണ്? ഇറ്റ് ഇസ് എ ക്ലെൻസിങ് ഫ്ലൂയിഡ് ആണ്. ആ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഫ്ലൂയിഡിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എ ക്ലെൻസിങ് ഫ്ലൂയിഡ് ആണ് dialysate കേട്ടോ. എ ക്ലെൻസിങ് ഫ്ലൂയിഡ് മെയ്ഡ് ഫ്രം എ മിക്സ്ചർ ഓഫ് വാട്ടർ, സാൾട്ട് ആൻഡ് അതർ അഡിറ്റീവ്സ്. ഓക്കെ, അതാണ്. അപ്പൊ ആ രീതിയിൽ ചെയ്യുന്നതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ വീട്ടിൽ വെച്ച് തന്നെ നമുക്കിത് ചെയ്യാം. ഒരു പ്രാവശ്യം കത്തീറ്റർ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ഇത് ആവശ്യം ഡയാലിസിസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ 3 ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് പഠിച്ചു. ഇത് മാറിപ്പോകരുത്. ഒന്ന് CAPD, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. അതിന്റെ പോയിന്റ്സ് എന്താണ്? അതിന് മെഷീൻ ആവശ്യമില്ല, ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ ചെയ്യാം. ഓക്കെ. രണ്ടാമത്തത് CCPD, കണ്ടിന്യൂസ് എന്താണ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. അതിനകത്ത് എന്താണ്? മെഷീൻ ആവശ്യമാണ്. അത് സ്ലീപ്പിംഗ് ടൈമിലാണ് സാധാരണയായിട്ട് ആ ഒരു ഡയാലിസിസ് ചെയ്യുന്നത്. മൂന്നാമത്തത് IPD, ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇന്റർമിറ്റന്റ് എന്ന് പറയുന്നത് ഇടവിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? മെഷീൻ ആവശ്യമാണ്, പക്ഷെ എന്താണ്? ഇതിന്റെ ചികിത്സയ്ക്ക് സമയമെടുക്കും. കേട്ടല്ലോ? കുറെ കൂടി ട്രീറ്റ്മെന്റ് ലോങ്ങർ ആയിരിക്കും. ട്രീറ്റ്മെന്റ് വിൽ ബി ലോങ്ങർ ആയിരിക്കും. അത് ഏത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഇന്റർമീഡിയറ്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. കാരണം ഇവിടെ മൾട്ടിപ്പിൾ എക്സ്ചേഞ്ച് ആവശ്യമായതുകൊണ്ടാണ് അതിന്റെ ട്രീറ്റ്മെന്റ് ലോങ്ങർ ആവാനുള്ള കാരണം. മനസ്സിലായല്ലോ? അത്രയും പോയിന്റ്സ് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. പിന്നെന്താണ് നമ്മൾ പഠിച്ചത്? യെസ്, അതായത് CRRT. അത് പ്രത്യേകമായിട്ട് നമ്മൾ പഠിച്ചു. കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി അഥവാ ഹീമോ ഫിൽട്രേഷൻ എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിന്റെ തന്നെ ഒരു വേറിട്ട രീതിയാണ്. അത് ആർക്കാണ് കൊടുക്കുന്നത്? ICU പേഷ്യൻസിനാണ് കൊടുക്കുന്നത്. പിന്നെ 24 hour ഡയാലിസിസ് ആണ്.
പിന്നെന്തായിരുന്നു നമ്മൾ അതിനകത്ത് പറഞ്ഞത്? വേറൊന്നുമില്ലല്ലോ, അത്രയല്ലേ ഉള്ളൂ. 24 hour ഡയാലിസിസ് ആണ്. പിന്നെ ICU പേഷ്യൻസിനാണ് അത് കൊടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഒരു ഡയാലിസിസ് ഫലപ്രാപ്തിയിൽ എത്താനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പറഞ്ഞു. അതായത് ഡോക്ടർ ഷെഡ്യൂൾ ചെയ്യുന്ന റെക്കമെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഷെഡ്യൂൾ പ്രകാരം കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. ഡയറ്റീഷ്യൻ പറയുന്ന ഭക്ഷണക്രമം പാലിക്കാം. നമുക്കറിയാം അത് റീനൽ ഡയറ്റ് ആണ്, അത് കൃത്യമായിട്ട് പാലിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്ന നമ്മുടെ മസിൽസ് സ്ട്രെങ്ത് ആവുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ശാരീരിക പ്രക്രിയകൾ അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുക. പിന്നെ നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതിന്റെ അങ്ങനെയുള്ള മെഡിക്കേഷൻസ്, ഹെർബൽ പ്രോഡക്റ്റ് ഒക്കെ അതിനെ കുറിച്ചൊക്കെ നമ്മുടെ ഡയാലിസിസ് പ്രൊവൈഡർ ആയിട്ട് അല്ലെങ്കിൽ ഫാർമസിസ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഡയാലിസിസ് സംബന്ധമായിട്ട് നമുക്ക് എന്തെങ്കിലും ഉൾക്കണ്ടയോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതും ഡയാലിസിസ് ടീമുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ ക്ലാസ്? ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ക്ലിയർ ആണോ? വായിച്ചു നോക്കണം കേട്ടോ. വായിച്ചു നോക്കി. ഇതിൽ കുറച്ച് ഷോർട്ട് ഫോംസ് ഉണ്ട് കേട്ടോ. ARF ഉണ്ട്, AKA ഉണ്ട്, ESKD ഉണ്ട്, HD, PD, CAPD, CCPD, പിന്നെന്താണ് IPD, ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതൊന്നും മാറിപ്പോവരുത്, പ്രത്യേകം പറയാണ്. അപ്പൊ ശരി കേട്ടോ. അപ്പൊ നമുക്ക് നാളെ ഇല്ല, മറ്റന്നാൾ കാണാം കേട്ടോ. അപ്പൊ ശരി എന്നാ. ഓക്കെ, താങ്ക് യു.